ഞാൻ മതിയോ? പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് ജയറാമും ഗീതികയും തിരിഞ്ഞു നോക്കി. ജയൻ? നടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ജയനെ കണ്ട് ജയറാം നെറ്റി ചുളിച്ചു. ഗീതുവും സംശയത്തോടെ നോക്കി. അതെ, ജയൻ തന്നെ. നിങ്ങൾ പിന്നെ വേറെ ആരെയാണോ പ്രതീക്ഷിച്ചത്? വല്ല കൊട്ടേഷന്മാരുമാണെന്ന് കരുതിയോ? അല്ല, ആരെയോ തീർക്കുന്ന കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്കെന്താടാ, വട്ടാണോ? ഞങ്ങൾ ഇവിടെ ഒരു സീരിയസ് മാറ്ററാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ വന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ കാര്യം എന്താടാ? നീ അവിടെ മുറിയിലെങ്ങാനും പോയിരുന്നോ? അല്ലേലും അതാണല്ലോ കുറേ നാളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നാൾക്ക് മുൻപ് നിനക്ക് ജീവനായിരുന്നല്ലോ ഗീതുമോളെ. എന്നിട്ടിപ്പോ അവളുടെ അവസ്ഥ എന്താണെന്നോ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്നോ എന്തേലും ചോദിക്കുകയോ നടത്തി കൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ നീ? ഇല്ല, ഒന്നുമില്ല. നിനക്ക് വലുത് നിന്നെ ചതിച്ചെന്ന് മറ്റൊന്ന് പറയുന്ന ഏതോ ഒരു പെണ്ണാണ്. അതോർത്ത് വിഷമിച്ചിങ്ങനെ ഇരിക്കുക, പിന്നെ കുഴിക്കുക. ദേ, എൻ്റെ മകൾ ഇവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വായിൽ വല്ലതും വന്നേനെ. ജയറാം പറഞ്ഞുകൊണ്ട് ജയനെ ദേഷ്യത്തോടെ നോക്കി. ഏട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്. എൻ്റെ ജീവനായിരുന്നു ഗീതുമോള്. ആ ഇവളെ പോലും മറന്നാണ് ഞാൻ. എൻ്റെ അവസ്ഥ അതായിരുന്നു. സ്വന്തമാണെന്ന് കരുതിയ ഒരാൾ നമ്മളെ ചതിക്കുമ്പോൾ അത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. നിമ്മി ഏട്ടത്തിക്ക് ജീവനാണ് ഏട്ടനെ. ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഏട്ടന് മനസ്സിലാവില്ല അത്. നിർമ്മലയുടെ പേര് പറഞ്ഞപ്പോൾ ജയറാമിൻ്റെ മുഖമൊന്ന് വിടർന്നു. അയാളുടെ ചുണ്ടിലൊരു ചിരിമിന്നി. ദാ ഇപ്പോൾ തന്നെ ഏട്ടത്തിയുടെ പേര് പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ മുഖത്തുണ്ടായ ഈ ചിരിയില്ലേ, അതാണ് ഏട്ടത്തി ഏട്ടന് തരുന്ന സ്നേഹം. ജയൻ്റെ ചുണ്ടിലൊരു മങ്ങിയ ചിരിമിന്നി. ഓ, രണ്ടാളിവിടെ നിന്ന് നിർമ്മല പുരാണം പറയാതെ എൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്ക്. ഗീതുവിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. നീ അവളെ ദേഷ്യം പിടിപ്പിക്കാതെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് പറയേ. ജയറാം ജയനോട് പറഞ്ഞുകൊണ്ട് കൂളാവാൻ ഗീതുവിനെ കണ്ണുകൊണ്ട് കാണിച്ചു. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളെ എങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറയാം. കാശിനാഥ് എന്ന ബിസിനസ് ടൈക്കൂണിൻ്റെ ഏറ്റവും അടുത്തുള്ളൊരു വിശ്വസ്തൻ്റെ സുഹൃത്താണ് ഈ അഡ്വക്കേറ്റ് ജയൻ. ആളാരാണെന്നുള്ള സസ്പെൻസ് ആയിരുന്നോട്ടെ. അങ്ങനെ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയും. പക്ഷെ ഞാൻ വിചാരിച്ച കാശിനാഥൻ്റെ വിവാഹം മുടക്കാൻ കഴിയില്ല. കാരണം ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു. അതായത് ലീഗലി കാശിനാഥ് വിവാഹിതനായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ആ പെൺകുട്ടിയെ, അതായത് കാശിയുടെ വൈഫിനെ ഇല്ലാതാക്കുക. അല്ലെങ്കിൽ ഒരു കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവരെ വേർപിരിക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് ഗീതിക റാം കയറി പറ്റുക. ഗീതുവിൻ്റെ മുഖം തെളിയുന്നത് കണ്ടതും ജയറാം സന്തോഷത്തോടെ ജയനെ നോക്കി പറഞ്ഞു. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് കാശിനാഥിൻ്റെ ഭാര്യയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് ആദ്യമേ തന്നെ എടുക്കേണ്ട കാര്യം അറിഞ്ഞിടത്തോളം ആ പെൺകുട്ടിക്ക് മറ്റെന്തൊക്കെയോ വാല്യൂ ഉണ്ട്. അതറിയാതെ അവൾക്ക് ആപത്തുണ്ടാക്കിയ നമ്മുടെ നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും. പിന്നെയുള്ള വഴിയെന്ന് പറയുന്നത് അവരെ വേർപിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരെ വേർപിരിക്കണമെങ്കിൽ തന്നെ നമ്മുടെ പ്ലാനിങ് അനുസരിക്കുന്ന ഒരാൾ അവരുടെ വീടിനുള്ളിൽ ഉണ്ടാവണം. അത് ഗീതുവായ അത്രയും സൗകര്യം. അതുകൊണ്ട് അത്രയും പറഞ്ഞു നിർത്തി ജയൻ ഗീതുവിനെയും ജയറാമിനെയും നോക്കി. പറയ, എന്താ? ആദ്യം തന്നെ അമ്മയെക്കുറിച്ച് പറയുമ്പോഴുള്ള ഗീതുമോളുടെ ദേഷ്യമൊന്ന് മാറ്റുക. കാരണം നീ ഒരവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ നിമ്മിയേട്ടത്തിക്ക് കഴിയും. എങ്ങനെയെന്നാവും നിങ്ങൾ രണ്ടാളും ചിന്തിക്കുന്നതല്ലേ? എന്നും ഏട്ടത്തി അമ്പലത്തിൽ പോകുമ്പോൾ ഏട്ടനോ ഗീതുവോ ഒന്ന് കൂടെ പോകാറില്ലല്ലോ. എന്നാൽ ഞാൻ പോവാറുണ്ട്. ഏട്ടത്തിയെ കൊണ്ട് പോകുന്നതും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും ചിലപ്പോൾ ഞാനാണ്. അപ്പോഴേക്ക് ഞാൻ അവിടെ കണ്ടൊരു കാര്യമുണ്ട്. ഏട്ടത്തിയെ കാത്ത് അവിടെ ഒരാൾ എന്നും ഉണ്ടാവും. മറ്റാരുമല്ല, ലക്ഷ്മി മഹാദേവൻ. അതെ, കാശിനാഥിൻ്റെ അമ്മ തന്നെ. ജയറാമും ഗീതുവും പരസ്പരം നോക്കി. അമ്പലത്തിൽ വെച്ചുള്ള പരിചയമാവും. പക്ഷെ എന്നും കാണുകയും സംസാരിക്കുകയും ചെയ്ത് അവരെപ്പോഴും അത്രയധികം സ്നേഹമുള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെയാവുമ്പോൾ ഏട്ടത്തി വിചാരിച്ച ഗീതുമോൾക്ക് ആ വീട്ടിലേക്ക് പോവാൻ കഴിയും. ചിലപ്പോൾ 1-2 ദിവസം അവിടെ സ്റ്റേ ചെയ്യാനും കഴിയും. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ആദ്യം നിമ്മിയേട്ടത്തിയുടെ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ ഗീതുമോൾക്ക് കഴിയണം. എന്നിട്ട് മത്സരബുദ്ധിയില്ലാതെ നല്ല കുട്ടിയാവുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെ പെരുമാറുകയെങ്കിലും ചെയ്യുക. ഇപ്പം മോഡേണായ ഗീതു ഒരു നാടൻ കുട്ടിയായി അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറുക. ഇതൊക്കെ ഗീതുവിനെ കൊണ്ട് പറ്റുമോ എന്ന് ആദ്യം പറയൂ, എങ്കിൽ ബാക്കി പ്ലാനിങ് പറയാലോ. ജയൻ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ നോക്കി. ഗീതുവിൻ്റെ മിഴികൾ ലക്ഷ്യബോധമില്ലാതെ പായുന്നത് അവളുടെ ഉള്ളിലെ സംഘർഷത്തെ വിളിച്ചോതുന്നതായിരുന്നു. കഴിയും, ഒന്നുമില്ലെങ്കിലും ഞാനൊരു നായിക നടിയല്ലേ. അഹങ്കാരത്തോടെ തൻ്റെ മുൻപിൽ നിന്ന് പറയുന്ന ഗീതുവിനെ നോക്കിയൊന്ന് പുച്ഛിച്ചു ചിരിച്ചു ജയൻ. എന്താണ് ചെറിയച്ഛനൊരു പുച്ഛം പോലെ?
ഗീതുവിൻ്റെ മുഖത്ത് നീരസം നിറഞ്ഞു. പക്ഷേ ഗീതുവിൻ്റെ ചെറിയച്ഛ എന്നുള്ള വിളി കേട്ട് ജയന് സന്തോഷമാണ് ഉണ്ടായത്. ഏയ്, സ്വന്തം അമ്മയുടെ അടുത്തും അഭിനയിക്കാനുള്ള നിന്റെ മനസ്സിനോട് പുച്ഛം തോന്നുന്നത് സ്വാഭാവികമാണ്. എനിക്കെന്നല്ല, മറ്റാരാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയോ പെരുമാറൂ. ജയ, നീ മോളെ കുറ്റപ്പെടുത്തുകയാണോ? ഏയ് അല്ല ഏട്ടാ, ഇത്രയും നാളും വീണ്ടും വിചാരമില്ലാതിരുന്നത് കൊണ്ടാവാം ഇവളുടെ ഏട്ടത്തിയോടുള്ള പെരുമാറ്റമൊക്കെ കണ്ടിട്ടും ഞാൻ പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് എല്ലാം ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് ഡാഡി ആവാൻ ശ്രമിച്ച ഏട്ടൻ തന്നെ ഗീതുവിൻ്റെ മനസ്സിലെ ഏട്ടത്തിയെ വെറുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതലൊന്നും ഏട്ടനോട് സംസാരിക്കുന്നില്ല. ഡാഡിനെ കുറ്റം പറയേണ്ട. എന്നെ പ്രസവിച്ച ആ സ്ത്രീയെക്കുറിച്ച് ഒരു തെറ്റായ കാര്യങ്ങളും ഡാഡ് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. എൻ്റെ ഇഷ്ടങ്ങൾ നടത്തി തരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ സ്ത്രീയോ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തള്ളിക്കെടുത്താൻ ശ്രമിച്ചു. ഫിലിമിൽ അഭിനയിക്കണമെന്നാണ് പറഞ്ഞപ്പോൾ അവർ എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ചീത്തയായി പോകുമെന്നോ? അന്ന് ഡാഡി എനിക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ഇന്ന് ഞാൻ ഈ നിലയിലെത്തി. അവർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലോ ഇപ്പം ഏതെങ്കിലും ഡിഗ്രി മാത്രം എടുത്ത് അവരെ പോലെ അടുക്കളയും വീടും നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കണക്കൊന്നും ചെറിയച്ഛനോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. ഗീതു പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണും നിറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ മോളി. നീ ഫിലിം ഫീൽഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാനും അത് എതിർത്തത് ഓർമ്മയുണ്ടോ? അന്നത്തെ എൻ്റെ അറിവ് ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന പെൺകുട്ടികൾ ആളുകൾ ചീത്ത രീതിയിൽ കാണുമെന്നായിരുന്നു. അതുമാത്രമല്ല, നമ്മുടെ ബന്ധുക്കളൊക്കെ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും അത് കേൾക്കുന്നൊരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവും. അതിനെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ കഴിയില്ല. കാരണം അത് അമ്മയാണ്. നിന്റെ ഏത് അവസ്ഥയിലും നിന്നെ സ്നേഹിക്കാൻ നിന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അതൊരിക്കലും മോള് മറന്നു പോവരുത്. മതി ചെറിയച്ഛ, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നേരം ഇത് കേട്ടത്. ചെറിയച്ഛന് എന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, നിനക്കെന്താ പറ്റിയത്? അങ്കിൾ എന്നല്ലേ വിളിച്ചിരുന്നത്, പിന്നെന്താ ഇപ്പോൾ ചെറിയച്ഛൻ എന്നൊക്കെ വിളിക്കാൻ? അറിയില്ല, അങ്ങനെ തോന്നി. പ്ലാൻ എന്താണെന്ന് മാത്രമൊന്ന് പറയാമോ പ്ലീസ്? ഗീതുവിന് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ഓക്കെ, നിന്റെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിമ്മിയേട്ടത്തിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം അടുത്തത് പറഞ്ഞു തരാം. പിന്നെ നിമ്മിയേട്ടത്തിയോട് പെട്ടെന്ന് പോയി സ്നേഹം പ്രകടിപ്പിച്ച ഡൗട്ട് തോന്നും. അതുകൊണ്ട് കാശ് പ്രപ്പോസൽ നിരസിച്ചെന്നും അതുകൊണ്ട് ഗീതു ആകെ അപ്സെറ്റ് ആണെന്നും ഏട്ടനെ ഏട്ടത്തിയെ ധരിപ്പിക്കുക. ഗീതുവിനെ സമാധാനിപ്പിക്കാൻ കൂടെ ഏട്ടൻ ആവശ്യപ്പെടുക. ബാക്കി മുഴുവൻ നിന്റെ കൈകളിലാണ് ഗീതു. ഏട്ടത്തി വരുമ്പോൾ തെറ്റുകൾ തിരുത്താൻ തുടങ്ങുന്ന ഒരാളായി വേണം നീ പെരുമാറാൻ. ഓക്കെ? നിന്റെ സ്വഭാവം വെച്ച് നിന്നെ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ച് പോയാൽ പിന്നെ നിന്റെ ഏറ്റവും വലിയ ശത്രു അയാളാണല്ലോ. അതുകൊണ്ട് ആ സ്വഭാവം ഈ അവസരത്തിൽ കാണിക്കരുത്. അങ്ങനെ ഏട്ടത്തിയുടെ മനസ്സിൽ നല്ലൊരു കുട്ടിയായി, ഏട്ടത്തിയുടെ സങ്കല്പത്തിലെ കുട്ടിയായി ഗീതിക റാം മാറുന്നു. അതിനുശേഷം നമ്മൾ പതിയെ നമ്മുടെ കരുക്കൾ നീക്കി തുടങ്ങും. ഓക്കെ ആണെങ്കിൽ മാത്രം കൈ തന്നാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ. അല്പനേരം എന്തോ ചിന്തിച്ചു നിന്നെങ്കിലും ജയറാമിനെ ഒന്ന് നോക്കി ഗീതു ജയൻ്റെ കൈകളിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു. ഗീതുവിൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ഇതൊന്നും അറിയാതെ ടെറസിൽ തുണി മടക്കുന്ന നിമ്മിയെ ഒന്ന് നോക്കിയവൻ നിറഞ്ഞൊരു ചിരി ചിരിച്ചു. മഹി, ഞങ്ങളുടെ അവസ്ഥ നീയൊന്ന് മനസ്സിലാക്കണം. നിന്നെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോവാൻ നിങ്ങൾ പറ്റുമോടാ? മഹാദേവനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആനന്ദും വാസുവും സൂര്യനും കൂടെ. പറ്റുമല്ലോ, അതുകൊണ്ടാണല്ലോ പോയതും. അങ്ങനെ പറയില്ല മഹി. എന്തുകൊണ്ടാണെന്നൊക്കെ നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ മഹി. വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് വയ്യ. നിനക്കിപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റാത്തതാണോ പ്രശ്നം? ദേ ആനന്ദു, നീ വെറുതെ ഓരോന്നും പറയണ്ട. നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഇത്രയും സുരക്ഷകളും ഉണ്ടാക്കി വെച്ച് ഞങ്ങൾ നിനക്കൊക്കെ കാവലിരിക്കുന്നത്. അപ്പോൾ അത് മറികടന്ന് ആപത്ത് വിളിച്ചു വരുത്തുന്ന എന്നോടൊക്കെ ഞാൻ ഇനി എന്തിനു സംസാരിക്കണം? എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീയൊക്കെ എന്നോട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ സ്ഥാനം അത്രയും ചെറുതായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് പറയാതൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. മഹി പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഇതിലും ഭേദം ആക്സിഡൻറ്റിൽ അങ്ങ് തീരുന്നതായിരുന്നു. ആനന്ദ് വാസുദേവനെയും സൂര്യനെയും അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഡോ. മഹാദേവൻ ദേഷ്യത്തോടെ ആനന്ദിന് നേരെ കൈയോങ്ങിയെങ്കിലും തല്ലാതൊരു കരച്ചിലോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. കണ്ടുനിന്ന വാസുവും സൂര്യനും അടുത്തേക്ക് വന്ന് അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ആ നിമിഷം ആഹാ,
ഇതെന്താ കെട്ടിപ്പിടിക്കൽ സമരമോ അതോ ചുംബന സമരമോ? അച്ഛന്മാരെല്ലാം കൂടി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് മനുവും കാശിയും മുറിയിലേക്ക് കയറി വന്നത്. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയോ മക്കളെ? മനു വാങ്ങും ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന്. ഞാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയേനിപ്പോൾ വല്ലവരുടെ കയ്യിൽ നിന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഭാഗ്യത്തിനെന്നല്ല, എൻ്റെ അമ്മായിച്ചൻ്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലിൽ കാണായിരുന്നു ഇപ്പോൾ. മനു പറഞ്ഞുകൊണ്ട് വാസുദേവനെ നോക്കി. ഡാഡാ മരുമോനെ, നീ എന്നെ ആക്കിയതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയും മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാതെട മോനെ. വാസുദേവൻ പറഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി കൈകൂപ്പി. അതിന് മനു പൊട്ടിച്ചിരിച്ചുകൊണ്ട് വാസുദേവൻ്റെ തോളിൽ കൈകിട്ടു. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം തെറ്റാണ് ചെയ്തതെന്നല്ലേ? എൻ്റെ പൊന്നു മഹി, വിട്ടുകളയട. ആരാടാ ഇവന്മാർ രണ്ടിനെയും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? പ്രശ്നം തീർപ്പാക്കി കൊണ്ട് വന്നതായിരുന്നു. അപ്പോഴേക്കും വന്ന് നശിപ്പിച്ചു. വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു. സൂര്യൻ പറഞ്ഞുകൊണ്ട് മനുവിനെ നോക്കി. ആഹാ, അത്രയ്ക്കായോ? ദേ വല്യച്ഛ, ഇവർ 3 പേരും ചെയ്തത് ഒട്ടും ശരിയായില്ലല്ലേ? എങ്കിലും വല്യച്ഛനോട് പറയാതെ പോയത് മോശമായി പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒട്ടും ന്യായീകരണം അർഹിക്കുന്ന ഒരു കാര്യമേ അല്ലതൊന്നും. എൻ്റെ അച്ഛനായതുകൊണ്ട് പറയുന്നതല്ല. ഈ സൂര്യവല്യച്ഛനോട് ഒട്ടും ബഹുമാനമില്ലെന്നാണ് എൻ്റെ വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം. ഡാ മകനെ, സ്വന്തം തന്തയ്ക്കിട്ട് തന്നെ പണി തരണമിടാ. കണ്ണ, നീ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയിടാ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചോര വീഴും. ഉറപ്പുള്ള കാര്യമാണത്, കേട്ടല്ലോ? സൂര്യൻ പറഞ്ഞുകൊണ്ട് തലയിണെടുത്ത് മനുവിനെ എറിഞ്ഞു. അവനത് ക്യാച്ച് പിടിച്ച് സൂര്യനെ നോക്കി ചിരിച്ചു. ഉണ്ടക്കണ്ട് ഞാൻ കുത്തിപ്പൊട്ടിക്കും, നോക്കരുത് നീ. ആഹാ, അത്രയ്ക്കായോ? എങ്കിൽ നീയും നോക്കും. ഓ എൻ്റെ ചെറിയച്ഛ, അത് വിട്. ഡാ മനു, അടങ്ങി നില്ല്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടാണ് വന്നത്. എന്താ കണ്ണാ? അത് നിങ്ങളെ എടുക്കാൻ വന്ന ആ ലോറിയില്ലേ, അത് അവർക്കോ നിങ്ങൾക്കോ പറ്റിയ അബദ്ധമൊന്നുമല്ല. ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് ആക്സിഡൻറ്റ്. കണ്ണാ, നീ പറഞ്ഞു വരുന്നത്? ആനന്ദ അത്ഭുതത്തോടെ കാശിയെ നോക്കി. അതേ ആനന്ദച്ച, ആരുടെയോ താല്പര്യപ്രകാരം മനഃപൂർവ്വം നിങ്ങളെല്ലാവരെയും അപായപ്പെടുത്താൻ ക്രിയേറ്റ് ചെയ്തതാണ് ആക്സിഡൻറ്റ്. പക്ഷേ കാര്യങ്ങൾ അവർ വിചാരിച്ച രീതിയിൽ നടന്നില്ലെന്ന് മാത്രമല്ല, ആ ലോറിക്കാരെ നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇത് അവർക്കൊരു തിരിച്ചടിയാവും. ആരാ കണ്ണ? ആരാണ് ഇവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? സിദ്ധു കഴിയുന്നത് പോലെയൊക്കെ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റു രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കും. ഉടനെ തന്നെ ആക്ഷൻ എടുക്കുകയും ചെയ്യും. ഞങ്ങളെ ആരും അപായപ്പെടുത്താനാണ് മോനെ. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ഇന്ന് വരെ ചെയ്തിട്ടില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും ആനന്ദിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. പറയാം ആനന്ദച്ച, എല്ലാം ഞാൻ പറയാം. ഇനി നിങ്ങൾ അറിയാതിരുന്ന അത് എന്തൊക്കെ അപകടം വിളിച്ചു വരുത്തുമെന്ന് എനിക്കറിയില്ല. കാശി പറയുന്നത് കേട്ടതും ആനന്ദും വാസുദേവനും കാശിയെ ആകാംക്ഷയോടെ നോക്കി. എന്തു പറ്റിയേട്ടാ? ഇന്ന് എല്ലാവർക്കും ഭയങ്കര മൂഡ് ഔട്ടാണല്ലോ. ഗീതു ആണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. എന്തു പറ്റി? ഡാഡിയും മോളും കൂടി പിണങ്ങിയോ? വല്ലതും ചെയ്തോ? ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്ന ജയറാമിനടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ടാണ് നിമ്മി ചോദിച്ചത്. ഓഹോ, ഇപ്പോൾ ഈ സിഗരറ്റ് വലി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടെൻഷനാണോ? എന്തേ, മകളെ കെട്ടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? തൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ കളിയാക്കുന്നവളെ അയാൾ കുറച്ചു നേരം നോക്കി നിന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ എന്തുകൊണ്ടോ അവളെ പറഞ്ഞു പറ്റിക്കാൻ അയാൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. തൻ്റെ നിറഞ്ഞു വന്ന കണ്ണ് തുടച്ചയാൾ ദൂരേക്ക് മിഴിനട്ടു. പറയേ, നിങ്ങൾക്കെല്ലാവർക്കും എന്തോ പറ്റിയേ? ഏട്ടന് കണ്ണ് നിറയുന്നുണ്ടല്ലോ. പറയേ, എന്താ കാര്യം? എനിക്കറിയണം എന്താണെന്ന്. ഗീതുവും മുറിയടച്ചിരിക്കുന്നു. ജയനൊന്നും ചോദിച്ചിട്ട് പറഞ്ഞില്ല. എന്താണെങ്കിലും എനിക്കറിയണം. നിമ്മി, കാശിയുടെയും ഗീതമോളുടെയും വിവാഹകാര്യം ഞാൻ മഹാദേവനോട് സംസാരിച്ചിരുന്നു. പക്ഷേ എന്താ ഏട്ടാ? പറ. ഏട്ടത്തി, ഞാൻ പറയാം. ജയൻ്റെ ശബ്ദം കേട്ടത് നിർമ്മല അങ്ങോട്ടേക്ക് നോക്കി. സിദ്ധുവേട്ട, ഞങ്ങൾ എത്താറായി കേട്ടോ. ഏട്ടനെവിടെയാ ഉള്ളത്? കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് വരില്ലേ? കണ്ണൻ്റെ വീട്ടിലല്ല അച്ചു, ആദിയുടെ വീട്ടിലേക്ക് വന്നാൽ മതി. ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ആ, ജിത്തുവേട്ടൻ അറിയാലോ, അപ്പോൾ വരാം. എവിടെ നിശ്ചൂട്ടൻ? ഉറങ്ങിയോ കുറുമ്പൻ? ആ, ഉറങ്ങി. പിള്ളച്ചേട്ടൻ്റെ മടിയിൽ കിടന്ന് ഉറക്കം തുടങ്ങിയപ്പോൾ കുറച്ച് നേരമായി. അവൻ ഇങ്ങനെ എവിടെയും പോവാത്തതല്ലേ, അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അവൻ മാത്രമല്ല, ഞാനും. അച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധുവിന് സങ്കടം തോന്നി. നമുക്ക് പോകാടാ, ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണാം. അച്ചൂട്ടിയെയും നിച്ചൂട്ടനെയും ഏട്ടൻ കൊണ്ടുപോവാട്ടോ എല്ലായിടത്തും. സോറി അച്ചു, ഇത്രയും നാൾ നിന്നെ കൂട്ടിലടച്ചു വെച്ചതിന്. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവുമല്ലേ? പിന്നെ ഭയങ്കര ദേഷ്യമാണ്. ഒന്ന് പോയി എൻ്റെ IPS ചെറുക്ക.
പോയി കള്ളനെ പിടിക്കേണ്ട പോലീസേ. ഡി കാന്താരി, നീ ഇങ്ങോട്ട് വാ, നിനക്ക് തരാട്ടോ. ഓ, ഉത്തരവ്. ഫോൺ കട്ട് ചെയ്തിട്ടും സിദ്ധുവിൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടിയവൻ്റെ മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരി. കണ്ണ, നീ പറയുന്നത് ഭവിഷാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ? നമ്മൾ കൈക്കുള്ളിൽ കൊണ്ട് നടന്ന് വളർത്തിയ കുഞ്ഞല്ലേ മഹി, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? വസു, സൂര്യ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ അങ്ങനെ ചെയ്യുമെന്ന്? കാശി പറഞ്ഞ വിവരങ്ങൾ ആനന്ദിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ആനന്ദ് പറഞ്ഞത് സത്യമാണ്. അവൻ ഭവിഷ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ അവനെ കൊണ്ട് നടന്നിട്ടുള്ളത് ഞങ്ങളാണ്. അന്നൊക്കെ അവൻ അവരെക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം നമ്മളെ ആയിരുന്നു. ഓർമ്മയില്ലേ മഹി നിനക്ക്? സൂര്യ, നിനക്ക് ഓർമ്മയില്ലേ അവൻ്റെ കുസൃതികളൊക്കെ? വാസുദേവൻ പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണു തുടച്ചു. എനിക്ക് ഓർമ്മയുണ്ട് വാസു, എല്ലാം. പക്ഷേ കണ്ണിനെ അന്വേഷിക്കാതൊന്നും പറയില്ലല്ലോ. സൂര്യൻ പറഞ്ഞപ്പോൾ ആനന്ദിൻ്റെ കണ്ണു നിറഞ്ഞു. വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആനന്ദാച്ച, നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം ഭവിഷ്യനെതിരാണ്. പിന്നെ ഈ ആക്സിഡൻറ്റ് അതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക സിദ്ധു. ഇത്രയൊക്കെ ബിസിനസ്സിൻ്റെ മറവിൽ ചെയ്യാമെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങളെല്ലാവരും കൊഞ്ചിച്ചുകൊണ്ട് നടന്ന ഭവിഷല്ല ഇന്നവൻ. ഭവിഷല്ല, മനോഹർ എന്ന നിങ്ങളുടെയൊക്കെ സഹോദരനാണ്. പ്രതിസ്ഥാനത്തെങ്കിലും എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഒരു ഫോൺ കോളിലോ ഒരു ലെറ്ററിലോ ആരെയും കണ്ണുമടച്ച് വിശ്വസിച്ച് കളയരുത്. അത്രയും പറഞ്ഞ് കാശിയും മനുവും മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഭവിഷ്യനെ കുറിച്ച് തന്നെയായിരുന്നു എല്ലാവരുടെയും ചിന്ത. എന്താ ജയ, നീ കാര്യം പറയ്, ഏട്ടനോട് ചോദിച്ചിട്ട് പറയുന്നില്ല. ഏട്ടത്തി, അത് മറ്റൊന്നുമല്ല. മഹാദേവൻ സാറിനോടും ലക്ഷ്മി മേഡത്തോടും ഏട്ടൻ ഗീതമോളുടെ കാര്യം സംസാരിച്ചപ്പോൾ അവർക്ക് ഈ അലയൻസിൽ ഒരു താല്പര്യമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനിത് നേരത്തെ പറഞ്ഞതായിരുന്നില്ലേ? ഗീതുവിനോടും ജയറാമേട്ടനോടും ഒരുപാട് തവണ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഡാഡിയും മകളും കൂടി എന്നോട് വഴക്കിട്ട് പോകുന്നതല്ലാതെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. ഒടുവിലിപ്പോൾ എല്ലാവർക്കും വിഷമമായില്ലേ? ശരിയാണ് ഏട്ടത്തി പറഞ്ഞത്. അന്നേ പറഞ്ഞു തിരുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു. വിവരമറിഞ്ഞ മുതൽ ഗീതുമോള് മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നതാണ്. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങൾ രണ്ടാളും ആവുന്നതും വിളിച്ചു നോക്കി, പക്ഷേ ഇതുവരെ ഡോറ് തുറന്നിട്ടില്ല. ഇപ്പം കുറച്ചു നേരമായിട്ട് ഒന്നും മിണ്ടുന്ന കൂടെയില്ല. മിണ്ടുന്നില്ലെന്നോ? ഞെട്ടലോടെ ചോദിച്ചുകൊണ്ട് നിർമ്മല ഗീതുവിൻ്റെ മുറി ലക്ഷ്യമാക്കി ഓടുകയായിരുന്നു. അവൾക്ക് പിറകെ പോകുമ്പോൾ തൻ്റെ പ്രാണനെ പറഞ്ഞു പറ്റിക്കുന്നതിലുള്ള കുറ്റബോധം ജയറാമിന് നന്നേ ഉണ്ടായിരുന്നു. മോളെ ഗീതു, വാതിൽ തുറന്നേ. ദേ, വാശി പിടിച്ചിരിക്കാതെ വാതിലൊന്ന് തുറക്കുമോളെ നീ. വാതിൽ ആഞ്ഞു കൊട്ടുന്നവളെ നിസ്സഹായതയോടെ ജയറാം നോക്കി നിന്നു. അമ്മയെ പേടിപ്പിക്കില്ല മോളെ, അമ്മയുടെ പൊന്നു മോളല്ലേ, വാതിൽ തുറക്ക്. കുറേ നേരം കൊട്ടിയിട്ടും അകത്തുനിന്നൊരു പ്രതികരണവും കിട്ടാതെ നിർമ്മല കരയാൻ തുടങ്ങിയിരുന്നു. മോളെ, അമ്മയുടെ പൊന്നെ, വാതിൽ തുറക്കടാ. നിനക്കെന്തേലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ ഗീതു വാതിൽ തുറന്നിരുന്നു. ഒറ്റ നോട്ടമേ നിമ്മി ഗീതുവിനെ നോക്കിയുള്ളൂ. കയ്യിലും തറയിലും ഒഴുകി പരക്കുന്ന ചുടുചോരയിൽ കണ്ണുപോയതും ശ്വാസം പോലും വിടാൻ മറന്നിരുന്നു ആ അമ്മ. ഹലോ, എന്താണോ ആരുട്ടി ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നത്? രാത്രി ടെറസിൽ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന ആദിക്കടുത്തേക്ക് വന്നതാണ് കാശി. ഞാൻ ചുമ്മാ. എന്നോട് തന്നെ വേണു ആരു ഈ കള്ളം? എന്താണ് കാര്യം? വേഗം പറഞ്ഞു. അത് ഞാൻ പോരട്ടങ്ങോട്ട്. കണ്ണേട്ട, സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലേ അവരെങ്ങനെ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ട് മനസ്സിലായി. ഏട്ടൻ്റെ കുട്ടി അവർക്ക് വേണമെങ്കിൽ സ്വത്തുക്കളൊക്കെ തിരികെ കൊടുത്തേക്കാം എന്ന്, അങ്ങനെയല്ലേ? അതെ, എനിക്ക് പേടിയാണ്. ഞാനും രാധവും ഞങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും കൂടപ്പിറപ്പുകളും. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അച്ഛനും വാസു അച്ഛനും സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള വരുമാനം, പിന്നെ കോൺട്രാക്റ്റ് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുകയായിരുന്നു ഞങ്ങൾ. ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ മതി ഞങ്ങൾക്ക്. അതിൽ കൂടുതലൊന്നും വേണമെന്നില്ല. ആരുട്ടി, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് അതിൽ കൂടുതലായി കൊടുത്ത ആളാണ് നിന്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് ഇന്ന് അവരെയൊക്കെ കൈയടക്കി വെച്ചിരിക്കുന്നതെല്ലാം. അത് തിരിച്ചു പിടിച്ച് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അർഹതപ്പെട്ടയാൾ അതിന് പ്രാപ്തയാവുന്നത് വരെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞുള്ള കാര്യം അയാൾ വേണ്ടി പറയാൻ. പോകാൻ പറഞ്ഞാൽ പോവും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. ആദി കാശിയെ കൂർപ്പിച്ച് നോക്കി. ഉണ്ട കണ്ണും കൊണ്ട് നോക്കി പേടിപ്പിക്കേണ്ട, ചുമ്മാ പറഞ്ഞതാ പെണ്ണെ. നിന്നെ വിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ പറ്റുമോ? ഇനി നിന്നെ വിട്ട് പോകണമെങ്കിൽ
ഞാൻ ലോകത്തില്ലാതാവണം. ആദ്യം ഒന്നുകൂടെ കൂർപ്പിച്ചു നോക്കി. കണ്ണേട്ട, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ? എന്താണാവോ? ഏട്ടൻ പറഞ്ഞില്ലേ കുറേ വർഷങ്ങളായി എൻ്റെ നിഴൽ പോലെ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ഞാൻ മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലോ? നിഴൽ പോലെ കൂടെ നടന്നപ്പോഴൊക്കെ ഞാനതൊക്കെ ശ്രദ്ധിച്ചിരുന്നു മോളെ. നീ എന്താ കരുതിയത് വല്ലപ്പോഴും വന്ന് നിന്നെ ഒന്ന് എത്തി നോക്കിയിട്ട് ഞാൻ പോവുമായിരുന്നെന്നോ? എന്നാലേ അങ്ങനെയല്ലടാ. ഞാനെപ്പോഴും നിൻ്റെ പിറകിൽ തന്നെ ഉണ്ടാവും. നീ പഠിക്കാൻ പോകുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ, പിന്നെ കാത്തുവുമായിട്ട് വീട്ടിൽ പറയാതെ ബീച്ചിൽ പോയി പാനിപൂരി കഴിക്കുമ്പോഴൊക്കെ ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. വീട്ടിൽ പറയാതെ പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എത്ര അടുത്ത് വരെ ഞാൻ വന്നിട്ടുണ്ടെന്ന്. അവിടെയൊക്കെ വെച്ച് നിൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പാനിപൂരിയിലായിരിക്കും. അത് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവനെ ചിരിയോടെ നോക്കി നിന്നു അവൾ. എന്ത് നോക്കുന്നേ? കാശി ആദിയോട് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ചോദിച്ചു. ഒന്നുമില്ല. ആദ്യ ദൂരേക്ക് നോക്കിയാണ് മറുപടി പറഞ്ഞത്. മനുവും കാർത്തുവൊക്കെ സിദ്ധുവിൻ്റെ കൂടെ പുറത്തു പോയിരിക്കുകയാ. അച്ഛന്മാരും അമ്മമാരും താഴെ പൊരിഞ്ഞ ചർച്ചയിലും. അതുകൊണ്ട് അവൾ സംശയത്തോടെ കാശിയുടെ മുഖത്തേക്ക് നോക്കി. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ആരും വരില്ല, നമ്മൾ മാത്രം. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ചുറ്റും നോക്കി. നോക്കേണ്ട ആരുട്ടാ, ഇവിടെ നിന്നാ നമ്മളെ ആർക്കും കാണാൻ പറ്റൂല. കാശി പതിയെ അവൾക്കടുത്തേക്ക് വന്നൊന്ന് ചേർന്ന് നിന്നു. ആദിയുടെ കണ്ണിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നവൻ പതിയെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. ആദി കാൽ കുത്തിയൊന്ന് പൊങ്ങി. കാശി പതിയെ അവളുടെ വയറ്റിൽ ഒന്ന് കൈകൊണ്ടമർത്തി തന്നോട് ചേർത്തു നിർത്തി. തൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ അവൾ പതിയെ തല കുനിച്ചു. കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി കണ്ണുകൊണ്ട് സമ്മതം ചോദിച്ചു. ഒരു ചെറുചിരി അവളുടെ ചുണ്ടിൽ മിന്നിയതും അവൻ അവളുടെ ആദരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ആ ചുംബനത്തിന് ഇരു ശരീരവും ചൂട് പിടിക്കുന്നതറിഞ്ഞവൻ അവളിൽ നിന്ന് പതിയെ വിട്ടുമാറി. തൻ്റെ പ്രാണൻ്റെ ഇരുമിഴികളിലും ചുണ്ട് ചേർത്തവൻ അവളെ ചേർത്ത് പിടിച്ച് താഴേക്കിറങ്ങി. എന്തോ വീണുടയുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് മനോഹർ ഉണരുന്നത്. മരുന്ന് കഴിച്ച് കിടന്നതുകൊണ്ട് തന്നെ പകലൊരു മയക്കം പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരും ശല്യപ്പെടുത്താറുമില്ല. ദേവിയുടെ മറുപടി ഒന്നുമില്ലാതെ വന്നപ്പോൾ അയാൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. കാല് നിലത്തേക്ക് കുത്തും മുൻപ് എന്തോ ഒന്ന് വലിയ ശബ്ദത്തിൽ പൊട്ടിച്ചിതറിയൊക്കെ കേട്ട് അയാൾ ആദ്യമൊന്ന് പകച്ചെങ്കിലും പെട്ടെന്ന് തന്നെ കോണിപ്പടി കടുത്തേക്ക് ഓടി. താഴേക്ക് നോക്കിയ മനോഹർ കണ്ടത് ടീപ്പോയും ടിവിയും ഉൾപ്പെടെ ഹാളിലുള്ള ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ച് കിടക്കുന്നതാണ്. അമ്പരപ്പോടെ സ്റ്റെയർ ഇറങ്ങി ചെന്നതും കണ്ടു സോഫയിൽ തലയിൽ കൈ താങ്ങി കുനിഞ്ഞിരിക്കുന്ന ഭവിഷ്ണെ. അവനെ കണ്ടത് മനോഹറിൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാർ പാഞ്ഞു. ഈ വരവും ഈ പ്രതികരണവും ഇതിൽ കൂടുതൽ ശക്തിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോൾ മുൻപിലിരിക്കുന്നത് സ്വന്തം മകനാണെങ്കിൽ പോലും അവൻ്റെ ദേഷ്യത്തിൻ്റെ കാഠിന്യം അറിയാവുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് സ്വാഭാവികം തന്നെയാണ്. ഓ, വന്നോ ദി ഗ്രേറ്റ് ബിസിനസ്മാൻ മനോഹർ മഹാദേവൻ? അല്ല, അങ്ങനെയല്ല, ദി ഗ്രേറ്റ് കൊട്ടേഷൻ ലീഡർ മനോഹർ, അങ്ങനെയല്ലേ പറയുക? മനോഹർ ദേഷ്യം അടക്കി പിടിച്ചു നിന്നു. എന്തു മിണ്ടാട്ടം മുട്ടിപ്പോയാവോ? എവിടെ ബഷി? സത്യം പറയൂ, അവന് നിങ്ങൾ എന്താ ചെയ്തത്? അമ്മ ചോദിച്ചില്ലേ പുന്നാര ഭർത്താവിനോട് ഇളയ മകൻ എന്താ ചെയ്തതെന്ന്? എവിടെയെങ്കിലും പൂട്ടിയിട്ടിരിക്കുകയാണോ എന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. അതോ ഇനി വല്ലയിടത്തും കൊണ്ട് കൊന്നു തള്ളിയോ? ഭവിഷ്, ആരോടാ നിന്റെ വായ്ത്താളം? പേടിച്ചു നിൽക്കുന്ന ദേവിക്ക് നേരെ ആക്രോശിക്കുന്ന ഭവിഷിനെ കണ്ടപ്പോൾ തൻ്റെ ദേഷ്യം അടക്കി വെക്കാൻ ശ്രമിച്ചിട്ടും പറ്റാതെ പോയി മനോഹറിന്. ആഹാ, മിസ്റ്റർ മനോഹർ മഹാദേവൻ സംസാരിക്കുകയൊക്കെ ചെയ്യുമോ? എങ്കിൽ പറഞ്ഞാട്ടെ, എൻ്റെ പുന്നാര അമ്മ, താങ്കളുടെ പ്രിയ പത്നി ദേവി മനോഹർ കേൾക്കട്ടെ ഭർത്താവിൻ്റെ വീരസാഹസിക കഥകൾ. ഭവി, നീ വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഒഫീഷ്യലായി സംസാരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ സംസാരിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരൊക്കെ പൊട്ടിച്ച് വീട്ടിലുള്ള പെണ്ണുങ്ങളെ പേടിപ്പിച്ചല്ല സംസാരിക്കേണ്ടത്. മനോഹർ ഗൗരവത്തോടെയാണ് പറഞ്ഞത്. ഭവി, ഓഫീസിലെ എന്തെങ്കിലും കാര്യത്തിനാണോ മോനെ നീ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? അച്ഛൻ മരുന്ന് കഴിച്ച് കിടന്നിരുന്നാണ് എഴുന്നേറ്റ് വന്നത്. അമ്മയുടെ മോൻ എന്താണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ബിസിനസ് കാര്യങ്ങൾ ടെൻഷനും ഒന്നും അമ്മയ്ക്കറിയില്ല. നീ ഇവിടെ വന്നിങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ എന്താണ് കരുതേണ്ടത്? അതിന് ഞാൻ പറഞ്ഞു വന്നത് ഒഫീഷ്യൽ കാര്യമാണെന്ന് ആരാ പറഞ്ഞ അമ്മയോട്? അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ വേണം ഇത് ചോദിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സ്വന്തം അനുജനെയും പണ്ട് കുറേ കാലം അനുജന്മാരായി ചേർത്ത് നിർത്തിയവരെയും അവരുടെ കുടുംബത്തെയും കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയ ഭർത്താവിൻ്റെ മനസ്സ്
മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും സ്വന്തം ഭാര്യ മനസ്സിലാക്കണമല്ലോ. ഭവിഷ്യ പറയുന്നത് കേട്ട് ദേവിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. മനോഹർ വെപ്രാളത്തോടെ ദേവിയെ നോക്കി. സ്വന്തവും ബന്ധവും അത്രയേറെ മനസ്സിൽ സൂക്ഷിക്കുന്ന ദേവിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് കേട്ടതൊക്കെ എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. മറ്റാരുടെ മുൻപിലും പതറാത്ത താന് ഇവൾക്ക് മുൻപിൽ മാത്രം അടിപതറി വീഴുമെന്ന് ഭവിഷ്യനറിയാം. അതുകൊണ്ട് തന്നെയാവണം അമ്മയുടെ മുൻപിൽ വെച്ചുള്ള മകൻ്റെ ചോദ്യം ചെയ്യലുകൾ. സത്യമാണോ ഏട്ടാ ഇതൊക്കെ? കണ്ണു നിറഞ്ഞു ചോദിക്കുന്ന ദേവിയെ തൻ്റെ ഭാര്യയെ കാണുമ്പോൾ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി മനോഹറിന്. ദേവി, ഇവൻ വെറുതെ എന്നോടുള്ള ദേഷ്യത്തിൽ അച്ഛനോട് ഇത്രയധികം വെറുപ്പുള്ളൊരു മകനെയാണ് നീ എൻ്റെ കയ്യിലേക്ക് പെറ്റിട്ട് തന്നതെന്ന് ഇനിയെങ്കിലും ഓർമ്മയിലിരിക്കട്ടെ നിന്റെ. നല്ല ഒന്നാന്തരം കള്ളം, അല്ലെങ്കിലും നല്ല അടിപൊളി കള്ളൻ തന്നെയാണല്ലോ നിങ്ങൾ മിസ്റ്റർ മനോഹർ. അമ്മ ഇങ്ങനെ വിശ്വാസം വരാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. സംശയമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു അന്വേഷിച്ച് നോക്കിക്കോ ചെറിയച്ഛനെ, അപ്പോൾ അറിയാൻ കാര്യങ്ങളൊക്കെ. ഇല്ല ദേവി, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്കറിയില്ലേ? നീ കണ്ടതല്ലേ ഞാൻ ആനന്ദുവിനെ വിളിച്ച് സംസാരിച്ചതൊക്കെ. നീയും കൂടി മിണ്ടിയിരുന്നല്ലോ അവനോട്. അങ്ങനെയുള്ള ഞാൻ അവനോട് നിന്റെ മോൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല ദേവി. തന്നെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നടക്കുന്ന ദേവി അയാൾ നിസ്സഹായനായി നോക്കി നിന്നു. വന്നല്ലോ വനമാല. അച്ചു കാറിൽ നിന്നിറങ്ങിയതും കാർത്തു അവൾക്കടുത്തേക്ക് ഓടി. വനമാലയോ? അതെന്ത് സാധനം? വനമെന്ന് വെച്ച കാട്, അപ്പൊ കാടുമാല. അയ്യേ അയ്യേ എൻ്റെ പൊന്നു മനു, എന്തൊരു ചളിയാടാ. ജിത്തു കാറിൽ നിന്നിറങ്ങി അവനെ കളിയാക്കി. ഡാ, നമ്മളെ ഒരേ തൂവൽ പക്ഷികളാണെന്ന് നീ മറക്കേണ്ട കേട്ടല്ലോ. ഓഹോ അങ്ങനെ. ജിത്തു വന്ന് മനുവിൻ്റെ തോളിൽ കൈയിട്ട് നിന്നു. യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു അച്ചുമോളെ? കണ്ണൻ പറഞ്ഞു ഞങ്ങളോട് മോളെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും പിന്നെ പിള്ളച്ചേട്ടനെക്കുറിച്ചുമൊക്കെ. സിദ്ധുവിനെ പിന്നെ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. ജ്യോതി പറഞ്ഞുകൊണ്ട് അച്ചുവിനെ ചേർത്തു നിർത്തി. നിച്ചൂട്ടൻ എവിടെ? ഞങ്ങളുടെ പൊന്നുമോനെ കാണാൻ ഞങ്ങളെല്ലാവരും കൊതിച്ചിരിക്കുമായിരുന്നു. വണ്ടിയിലാണോ? ഉറങ്ങിപ്പോയോ കുഞ്ഞൻ? ലക്ഷ്മി ചോദിച്ചുകൊണ്ട് കാറിനുള്ളിലേക്ക് നോക്കുന്നത് കണ്ട് സിദ്ധു ഡോറ് തുറന്ന് കുഞ്ഞിനെ എടുത്തു. സിദ്ധു എടുത്തപ്പോഴേ നിച്ചൂട്ടൻ ഉറക്കമുണർന്നിരുന്നു. എന്താടാ ചക്കരെ, അമ്മൂമ്മയുടെ തത്തമ്മ കുഞ്ഞെ? രാധു നിച്ചൂട്ടനെ കളിപ്പിക്കുന്നത് കണ്ട അമ്മമാരെല്ലാവരും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എത്ര അമ്മൂമ്മമാരാണെന്നാ നോക്കിയ ചക്കരക്കുട്ടന്. വാടാ ചുന്ദര, ബിസ്ക്കറ്റ് വാങ്ങിക്കാം, നമുക്ക് മിഠായി വാങ്ങിക്കാം, കളിപ്പാട്ടം വാങ്ങിക്കാം. അമ്മൂമ്മയുടെ പൊന്നു വാ. ജ്യോതി കുഞ്ഞിനെ എടുക്കാൻ കൈനീട്ടി. കുഞ്ഞി കണ്ണും പിടിച്ച് കുറച്ചു നേരം നോക്കി അവനെല്ലാവരെയും. പിന്നെ പതിയെ ചിരിച്ചുകൊണ്ട് ജ്യോതിക്ക് നേരെ നീണ്ടു. അച്ഛടാ, എന്ത് വേണം അമ്മൂമ്മയുടെ കുഞ്ഞിന്? നമുക്ക് അച്ഛന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് പുറത്തു പോകാം. എല്ലാം വാങ്ങിക്കാട്ടോ. പഴം മതി. രാധുവും ലക്ഷ്മി സംശയത്തോടെ സീതയെ നോക്കിയ ശേഷം അച്ചുവിനെയും. പഴമാണോടാ കള്ളം പറയുന്നേ? അതേ ജ്യോതിയമ്മേ, അവന് പഴം ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ദിവസവും ഒരു 2 പഴമെങ്കിലും കഴിക്കും. അച്ചു പറഞ്ഞുകൊണ്ട് നിച്ചുട്ടനെ നോക്കി. എല്ലാവരും ചിരിക്കുന്നത് കണ്ടവൻ അച്ചുവിനെ കൂർപ്പിച്ച് നോക്കി. ദേ, ചെക്കന് ദേഷ്യം വന്നത് കണ്ടോ? ഡാ കള്ള. അച്ചു അവൻ്റെ കവിളിൽ ചെറിയൊരു പിച്ചു കൊടുത്തു. നീ എന്നോടുള്ള ദേഷ്യം ഇങ്ങനെ തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. ദേവി അകത്തേക്ക് പോയത് മനോഹർ ഭവിഷ്ണു നേരെ പല്ല് കടിച്ചു. ശിക്ഷ അതൊക്കെ കുറെ അനുഭവിച്ച് തഴമ്പിച്ചതാണല്ലോ മനോഹർ മഹാദേവൻ്റെ ഈ മകൻ ഭവിഷ് മനോഹർ. അതുകൊണ്ട് പറഞ്ഞു പേടിപ്പിക്കുന്ന നിർത്തിയേക്ക് കേട്ടോ. പിന്നെ ദേവി മനോഹർ എന്ന എൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് തന്നെ ഇത് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് വിഷമമാവുമെന്ന് അറിയാഞ്ഞിട്ടല്ല. നിങ്ങളുടെ ദുഷിച്ച മനസ്സ് ഇത്രയധികം വികൃതമാണെന്ന് അമ്മ കൂടി അറിഞ്ഞിരിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഒരുപാട് ക്രൂരതകൾ ചെയ്തു കൂട്ടിയതല്ലേ. ഇനിയും അമ്മയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം ദൈവത്തിന് തുല്യമാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്രയും കാലം നിങ്ങൾക്കെതിരെ ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് നിങ്ങൾ ബിസിനസ്സിലെ എതിരാളികളുടെ നാശത്തിന് മാത്രമേ ആഗ്രഹിക്കൂ എന്ന് കരുതിയാണ്. പക്ഷേ സ്വന്തം കൂടപ്പിറപ്പുകളുടെ മരണം പോലും ആഗ്രഹിക്കുന്ന നിങ്ങളെ, നീച്ച മനസ്സിനെ ഇനിയും ഞാൻ കണ്ടില്ലെന്ന് നടിച്ച അത് ഞാൻ അമ്മയോടും ബഷിയോടും പിന്നെ എൻ്റെ രുദ്രയോടും ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. നിങ്ങളുടെ കുരുട്ടുബുദ്ധിയിൽ എൻ്റെ രുദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ഈ ഭവിഷ് ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. തന്തയാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ ഈ നിമിഷം നിങ്ങളുടെ കാലനാവുമായിരുന്നു ഞാൻ. അതുകൊണ്ട് എൻ്റെയോ രുദ്രയുടെയോ 7 അയലത്ത് നിങ്ങൾ വരാതിരിക്കുക. വന്നാൽ ഇപ്പം നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഭവിഷിനെ ആവില്ല കാണുക. അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞു പോകുന്നവനെ തെല്ല് ഭയത്തോടെ തന്നെ മനോഹർ നോക്കി നിന്നു. എൻ്റെ പൊന്നമ്മമാരെ, ആ കുഞ്ഞിനൊന്ന് താഴെ വെക്ക് നിങ്ങൾ.
അവനിപ്പോൾ നടക്കാനൊക്കെ പ്രായമായി. നിങ്ങളെല്ലാവരും ഇങ്ങനെ എപ്പോഴും എടുത്തുകൊണ്ടിരുന്നാലേ അവൻ നടക്കാനൊക്കെ മടിയാനാവും. നിച്ചൂട്ടിനെ താഴെ വയ്ക്കാതെ കൊണ്ട് നടക്കുന്ന അമ്മമാരോട് എല്ലാവരോടായി പറഞ്ഞുകൊണ്ട് കാത്തു നിച്ചൂട്ടിന് നേരെ കൈ നീട്ടി. ഇല്ലെന്ന് പറഞ്ഞ് കാത്തുവിൻ്റെ കൈ തട്ടി മാറ്റി കുറുമ്പൻ രാധുവിൻ്റെ തോളിലേക്ക് കിടന്നു. ആ കണ്ടോ എടി കള്ളി, കാത്തു നിന്റെ കയ്യിലേക്ക് ഞങ്ങളുടെ വാവ വരത്തില്ലെന്ന് കുശുമ്പല്ലടി നീ ഇപ്പം പറഞ്ഞ്. നിച്ചൂട്ടിന് നടക്കാനുള്ള മടി കൊള്ളി കാർത്തു തന്നെ. രാധു അത് പറഞ്ഞതും എല്ലാവരും കൂടി അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. യൂട്യൂബ് ബ്രൂട്ടസി. ആദ്യ കൂടി അവർക്കൊപ്പം ചിരിക്കുന്നത് കണ്ട കാർത്തു അവളെ നോക്കി പല്ല് കടിച്ചു. കാർത്തു കലിപ്പായതും ആദിയുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നു. എന്താ മോളെ മാറി നിൽക്കുന്നത്? വാ ഇവിടെ വന്നിരിക്ക്. നിച്ചൂട്ടിന് കിട്ടുന്ന സ്നേഹം കണ്ണിറയെ കണ്ട് മാറി നിന്ന് അച്ചുവിനെ ലക്ഷ്മി അടുത്തേക്ക് വിളിച്ചു. എന്താ മോളെ കണ്ണു നിറഞ്ഞത്? എന്തേലും വയ്യാഴികമുണ്ടോ? എൻ്റെ കുഞ്ഞിനാരേലും എന്തേലും പറഞ്ഞോ? അതോ സിദ്ധുവുമായി വഴക്കിട്ടോ? അവനിട്ട് അമ്മ നല്ലത് കൊടുക്കാം. എൻ്റെ മോള് വിഷമിക്കേണ്ട, ഇവിടെ ഇരിക്ക്. തന്നെ പിടിച്ചടുത്തിരിക്കുന്ന ജ്യോതിയെ അച്ചു കണ്ണു നിറയെ നോക്കി നിന്നു. ശേഷം ഒരു പൊട്ടിക്കരച്ചിലോട് അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്തിനാ അമ്മയുടെ കുട്ടി കരയുന്നത്? നീയും ഞങ്ങളുടെ മകൾ തന്നെയാ. നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞപ്പോൾ കാണാൻ കൊതിയാവുകയായിരുന്നു ഞങ്ങൾക്ക്. കണ്ടപ്പോൾ ഒരുപാട് അടുപ്പമുള്ള ആരോ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞ ആദിയെയും കാർത്തുവിനെയും കാണാതിരുന്ന് കാണുമ്പോൾ എനിക്കെൻ്റെ നെഞ്ചു തുടിക്കും. അതുപോലെയാണ് നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിനർത്ഥം നീയും എൻ്റെ മകളാണെന്നല്ലേ? ഇനി നിന്നെ ഞാൻ എവിടേക്കും വിടില്ല. ഞങ്ങളുടെ മകളായി ഇവിടെ നിൽക്ക്, അല്ലേ രാധു? ജ്യോതി പറഞ്ഞുകൊണ്ട് രാധുവിനെ നോക്കി. അതെ, മക്കൾ ഇവിടെ നിന്നാൽ മതി. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കാം. ദാ അപ്പുറത്തൊരു വീട് കൂടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പൊയ്ക്കോ. പക്ഷേ ഞങ്ങളുടെ ഈ ചുന്ദരനെ തരില്ല കേട്ടോ. പാല കുടിക്കുന്ന നേരമാകുമ്പോൾ നിന്റെ കയ്യിൽ എത്തിച്ചു തരും. ഇനി നിങ്ങൾക്ക് ആ വീട് ഇഷ്ടമായില്ലെങ്കിൽ ഈ വീടെടുത്തോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കോളാം, അല്ലേ ജോ? അതെ, അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുക്കട്ടെ. ഏത് വീടാണ് എൻ്റെ മോൾക്ക് വേണ്ടത്? അമ്മമാരുടെ ചോദ്യം കേട്ട് കരഞ്ഞുകൊണ്ട് അച്ചു രണ്ടാളെയും നോക്കി. എനിക്ക് നിങ്ങളുള്ളിടത്ത് നിന്നാൽ മതി. അതെവിടെയാണെങ്കിലും സ്വർഗമാണ് എനിക്ക്. മുൻപിൽ നിന്ന് പൊട്ടിക്കരയുന്നവളെ രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിച്ചു. കണ്ടു നിന്ന് സിദ്ധുവും ജിത്തുവും ഒരുപോലെ കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ജ്യോതി അവർക്കിടത്തേക്ക് ചെന്നു. അച്ചൂട്ടിയെയും കുഞ്ഞിനെയും മാത്രമല്ല, ഞങ്ങളുടെ ഈ രണ്ട് ആൺമക്കളെയും എവിടേക്കും വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാൾക്കും ജോലി ഇവിടുന്ന് പോകാലോ. അതിന് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നാൽ മതി. ആവശ്യത്തിന് മുറികളുണ്ട് ഇവിടെ. അതുകൊണ്ട് ആ പേരും പറഞ്ഞൊഴിയേണ്ട. ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് നിന്നാലും മതി. പക്ഷേ ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അല്ലേ രാധു? അല്ലെങ്കിലും ഞാൻ മനസ്സിൽ കരുതുന്നത് നിനക്കറിയാൻ പറ്റുമല്ലോ. ഇനി എൻ്റെ ജിത്തുമോനൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അതുകൂടെ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമാവാം, അല്ലേ? നീ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടാ കള്ള? മുടിയിൽ തഴുകി ചോദിക്കുന്ന രാധുവിനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു പോയി ജിത്തു. ചുറ്റും നിന്നെല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് പോയി. ജിത്തുവിന് സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. രാധുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സിദ്ധു മാത്രം പ്രതീക്ഷിച്ചതാണെന്ന പോലെ അവനെ നോക്കി. അവൻ കരഞ്ഞു തീരും വരെ രാധുപതി അവനെ തലോടിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ഒന്നുമില്ല. പിന്നെ ബന്ധുക്കൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അറിയില്ല ഒരു വിവരങ്ങളും. എനിക്ക് അച്ചുവും അച്ചുവിന് ഞാനും അങ്ങനെയാണ് ജീവിച്ചത്. ഇടയിലേക്ക് ഇവൻ കയറി വന്നു. അന്നു മുതൽ ഒരു സഹോദരനെ കിട്ടിയിരുന്നു. അച്ചുവിന് അമ്മയും അച്ഛനും ചേട്ടനും അനിയനും കൂട്ടുകാരനുമൊക്കെ ആവാൻ സിദ്ധുവിന് കഴിഞ്ഞു എന്നെനിക്കറിയാം. സ്നേഹം കൊണ്ട് തോൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവൻ ഞങ്ങളെ തോൽപ്പിക്കുകയായിരുന്നു. സ്നേഹം കൊണ്ടും സംരക്ഷണം കൊണ്ടും. ഇപ്പോൾ നിങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങളെ തോൽപ്പിക്കുകയാണ്. ആർക്കും വേണ്ടാത്ത 2 പേർക്ക് ഇന്ന് അച്ഛനും അമ്മയും കൂടെ പിറപ്പുകളും കൂട്ടുകാരുമൊക്കെയുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയുക എന്നെനിക്കറിയില്ല, എൻ്റെ ജീവൻ പോകും വരെ. അത്രയും പറഞ്ഞപ്പോഴേക്കും രാധു അവൻ്റെ വാപൊത്തിയിരുന്നു. നീ ഞങ്ങളുടെ മകനാണ്. നിനക്കെന്തെങ്കിലും പറ്റുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. അതുകൊണ്ട് അമ്മയുടെ പൊന്നുമോനെ ഇങ്ങനെയൊന്നും ഇനി പറയരുത്. രാധു അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരമ്മയുടെ ചൂട് കിട്ടിയപ്പോഴേക്കും അവൻ ആ കരവലയത്തിൽ ഒതുങ്ങി നിന്നു. കയ്യിൽ നിറയെ ചോരയുമായി തൻ്റെ മുൻപിൽ നിൽക്കുന്ന മകളെ ജയറാം വിശ്വാസം വരാതെ നോക്കി. മുൻപിൽ കാണുന്നത് സ്വപ്നമായിരുന്നെങ്കിൽ എന്നൊരു നിമിഷം അയാൾ ആഗ്രഹിച്ചു പോയിരുന്നു. ഏട്ടാ വേഗം വണ്ടിയെടുക്ക്. ജയൻ കൈകൊണ്ട് ധൃതിക്ക് തട്ടി വിളിച്ചപ്പോഴാണ് ജയറാം സ്വബോധത്തിലേക്ക് വന്നത്. തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ പടികളിറങ്ങുമ്പോൾ നിമ്മിയുടെ പദം പറഞ്ഞുള്ള കരച്ചിൽ അയാളുടെ ചെവിയിൽ മുഴങ്ങി കേട്ടിരുന്നു.
എന്തിനാ അമ്മയുടെ പൊന്നുമോളെ നീ ഇത് ചെയ്തത്? ആർക്കൊരാൾക്ക് വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് മോളെ നിന്നെ ഞാൻ നൊന്ത് പറ്റത്. ദൈവമേ, എൻ്റെ കുഞ്ഞിനൊന്ന് വരുത്തല്ലേ. അവൾക്ക് പകരം ആർക്കും വേണ്ടാത്ത ഈ ജന്മത്തിന് നീ വിളിക്കണേ. എന്നിട്ട് എൻ്റെ മോൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ ഭഗവാനെ. പാതിബോധത്തിൽ അമ്മ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഗീതു. നിർമ്മലയും ജയനും കൂടി തന്നെ താങ്ങി കാറിൽ കയറ്റുന്നതും ജയറാമിൻ്റെ വെപ്രാളമൊക്കെ പാതിയടഞ്ഞ കൺകോണിലൂടെ നോക്കി കാണുകയായിരുന്നു ഗീതു ആ നിമിഷം. ഭവി. ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന ഭവിഷ് ദേവി വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. എന്താമ്മേ? ഞാനൊരു കാര്യം. അമ്മയ്ക്ക് എന്നോടൊരു കാര്യം ചോദിക്കാൻ ഇത്രയധികം വെപ്രാളത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് മോനെ, അച്ഛൻ. ഓ, മനസ്സിലായി. അച്ഛൻ തെറ്റുകാരനല്ല എന്നും എല്ലാം എൻ്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ പറയാൻ വന്നതാവുമല്ലേ. ശരിക്കും ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എന്നും അച്ഛൻ പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങുകയാണല്ലോ അമ്മ ചെയ്യുന്നത്. തെളിവ് വേണമായിരിക്കുമല്ലേ ഇനി വിശ്വസിക്കാൻ? ഇനിയിപ്പോൾ തെളിവ് കാണിച്ചാലും അതൊക്കെ ഞാൻ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനേ മനോഹർ മഹാദേവന് ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ. പ്രത്യേകിച്ച് മുൻപിൽ നിൽക്കുന്നത് ദേവി മനോഹർ ആവുമ്പോൾ കാര്യങ്ങൾ വളരെ ഈസിയായി കഴിയും. അത്ര പെട്ടെന്ന് വിശ്വസിക്കുമല്ലോ. ഈ ഭൂമി വട്ടത്തിലല്ല ചതുരത്തിലാണെന്ന് പറഞ്ഞാലും സൂര്യൻ ഉദിക്കുന്നത് കിഴക്കല്ല പടിഞ്ഞാറാണെന്ന് പറഞ്ഞാലും പറയുന്നത് അച്ഛനാണെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആളല്ലേ അമ്മ. അപ്പം പിന്നെ ഇപ്പോൾ ഈ ന്യായീകരണവുമായി എൻ്റെ മുൻപിൽ വന്നതിന് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഭവി, നീ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. നിന്റെ ചെറിയച്ഛൻ ഇവിടെ ഫോൺ വിളിച്ചിരുന്നു. ഞാനാണ് എടുത്തതും. എന്നോടും ഏട്ടനോടും സന്തോഷത്തോടെ സംസാരിച്ചാണ് ഫോൺ വെച്ചത്. ആനന്ദിനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ എത്രമാത്രം സന്തോഷത്തോടെയാണെന്ന് ഞാൻ കണ്ടതാണ്. കുറേ വർഷത്തിന് ശേഷം കൂടപ്പിറപ്പിൻ്റെ ശബ്ദം കേട്ട് ആ മനുഷ്യൻ കരഞ്ഞത് എൻ്റെ മുൻപിൽ നിന്നാണ്. അത്രയധികം കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നത് എന്തിനാണ് മോനെ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എൻ്റെ തെറ്റിദ്ധാരണയാണെന്നാണോ? അങ്ങനെ ആവുമല്ലേ അമ്മയുടെ മനസ്സിൽ. മുൻപ് അച്ഛൻ ഒരുപാട് അവരെ ദ്രോഹിച്ചിട്ടുണ്ട്, അറിയാമല്ലോ അതൊക്കെ അമ്മയ്ക്ക്. അവർ ഈ തറവാട് വിട്ടു പോവാൻ കാരണം തന്നെ അമ്മയെ പറയുന്ന വലിയ മനുഷ്യനല്ലേ. അല്ലാന്ന് പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? ഇല്ല, അതിലൊന്നും ഞാൻ എൻ്റെ ഭർത്താവിനെ ന്യായീകരിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷേ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അമ്മയുടെ മോൻ ഈ കാര്യത്തിൽ അച്ഛനെ കുറ്റപ്പെടുത്തരുത്. അറിയാലോ അച്ഛന് വയ്യാത്തതാ. ഒരുപാട് ടെൻഷൻ കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ കൂടെ നിൽക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? അത്ര വയ്യാഴിക ഒന്നുമില്ല, ചെറിയൊരു നെഞ്ചുവേദനയല്ലേ. അതൊക്കെ അങ്ങേരുടെ അടവാണ്. അമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല. പിന്നെ ഒരു കാര്യം അമ്മ കേട്ടോളൂ. അച്ഛൻ അവരുടെ ജീവനെടുക്കാൻ പറഞ്ഞു വിട്ട ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരുടെ വായിൽ നിന്ന് അച്ഛൻ്റെ പേര് വീഴുന്ന നിമിഷം എത്ര വലിയ കൊമ്പത്തെ തറവാട്ടുകാരനാണെന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പം നിയമത്തിനെതിരെ കയറി നിൽക്കാനും സംരക്ഷിക്കാനും ഞാൻ ഉണ്ടാവില്ല. ഇതൊന്ന് ആ മുൻപിൽ പോയി അറിയിച്ചേക്ക്. അത്രയും പറഞ്ഞ് ഫോണെടുത്ത് മുറിയിലേക്ക് പോകുന്നവനെ വേദനയോടെ ദേവി നോക്കി നിന്നു. ഉണർന്നോ? ഡാഡിനെ ഒന്ന് ഓർക്കുക പോലും ചെയ്യാതെ എന്തിനാ മോളെ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയുണ്ട് മോൾക്കിപ്പോൾ? വേദന കുറവുണ്ടോ? ഗീതുവിന് ബോധം വന്നപ്പോൾ അടുത്തിരുന്ന് സംസാരിക്കുകയാണ് ജയറാം. വേദനിക്കുന്നുണ്ട്. ആരെങ്കിലും അറിഞ്ഞോ ഇത്? മകളുടെ കുഴഞ്ഞ ശബ്ദം കേട്ട് ജയറാം കണ്ണു തുടച്ചു. ഇല്ല മോളെ, ആരും അറിഞ്ഞിട്ടില്ല. ഒരുപാട് ഉള്ളിലേക്ക് മുറിവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോവാം. ആരെയാ മോള് നോക്കുന്നത്? ജയനെയാണോ? നിമ്മിക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തലകറക്കം പോലെ വന്നു. ഡോക്ടർ ചെക്ക് ചെയ്തു, കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. ഇത്ര നേരം രണ്ടാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടറിനെ കാണാൻ പോയി. ഡാഡ്. എന്താ മോളെ? എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? നിർമ്മല എന്നെ പ്രസവിച്ച ആ സ്ത്രീ ഇനി ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കില്ലേ? ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട മാനസാന്തരം വന്ന മകൾ, ചെയ്ത തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന മകൾ, അങ്ങനെയൊക്കെയല്ലേ ഇനി അവർ എന്നെ കാണുക? മോളെ, അപ്പം നീ മനഃപൂർവ്വം? അതെയല്ലോ, നാഥനെ എനിക്ക് സ്വന്തമാക്കാനുള്ള അവസാനത്തെ വഴിയാണിത്. ഈ കാര്യത്തിൽ ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് കഴിയില്ല. കാശിനാഥനെ നേടാനായി ആരെയൊക്കെ ചതിക്കേണ്ടി വന്നാലും ഇല്ലാതാക്കേണ്ടി വന്നാലും ഒരു മടിയും കൂടാതെ ഈ ഗീതിക ചെയ്തിരിക്കും. ആഹാ, എന്താ ബുദ്ധി! നന്നായിട്ടുണ്ട്. പിറകിൽ നിന്ന് ശബ്ദം കേട്ട് രണ്ടാളും വാതിലിനടുത്തേക്ക് നോക്കി. ക്ലാപ്പ് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി വരുന്ന ജയനെ കണ്ട് ഗീതുവും ജയറാമും പരസ്പരം നോക്കി. ഡാ നിമ്മി. ജയറാം വെപ്രാളത്തോടെ വാതിലിന് പുറത്തേക്ക് എത്തി നോക്കി.
പേടിക്കേണ്ട, ഏട്ടത്തിയെ ട്രിപ്പിട്ട് കിടത്തിരിക്കുകയാ. ടെൻഷൻ അടിച്ച് BP ഒരുപാട് അങ്ങ് കൂടി. അതുകൊണ്ട് കുറച്ചു നേരം ഒബ്സർവേഷനിൽ കിടക്കട്ടെന്ന് പറഞ്ഞു ഡോക്ടർ. ഒരേ ഒരു മകൾ മരണത്തിന്റെ വക്കിലത്തിൽ നിന്ന് നേരിട്ട് കാണേണ്ടി വന്ന അമ്മയല്ലേ, വീണു പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ജയൻ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ നോക്കി. മരണത്തിന്റെ വക്കിലോ? നല്ല ബെസ്റ്റ് സ്റ്റോറി. അതിന് ഞാൻ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒന്ന് മുറിച്ചു എന്നുള്ളൂ. ചെറിയൊരു പോറൽ, അത്രയേ ഉള്ളൂ. ചെറിയ വേദന ഉണ്ടെന്നല്ലാതെ എനിക്ക് വേറൊരു കുഴപ്പമില്ല. പിന്നെ തലകറക്കവും കുഴച്ചിലുമൊക്കെ എനിക്ക് അഭിനയിച്ചു ഫലിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ചുമ്മാതൊന്നുമല്ലല്ലോ മികച്ച നടിക്കുള്ള അവാർഡ് വീട്ടിലിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് പറയുന്നവളെ പുച്ഛത്തോടെ നോക്കി ജയൻ. ആഹാ, എന്തൊരു അന്തസ്സോടെയാണ് പറയുന്നത്. പെറ്റ തള്ളയെ പറ്റിച്ച കഥ. ഏട്ടത്തി ഒരു പാവായതുകൊണ്ടാണ് ഇത്രയും വെറുപ്പും വിദ്വേഷവും കാണിച്ചിട്ടും നിന്നെ ഓർത്ത് ആദ്യ പിടിച്ചതാ അവരുടെ ബെഡിൽ കിടക്കുന്നത്. ഓ പിന്നെ അവരെ പറ്റിക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നത് ചെറിയച്ഛൻ തന്നെയല്ലേ. ഞാൻ കുറച്ചുകൂടി വിശ്വാസമാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് പെരുമാറുന്നതൊക്കെ വിശ്വസിച്ചോളും. ജയൻ ദേഷ്യത്തോടെ ജയറാമിനെ ഒന്ന് നോക്കി പുറത്തിറങ്ങി. ആഹാ, ഇതെന്താ പാട്ട് കച്ചേരിയോ? മുറിയിൽ നിച്ചൂട്ടനെ പാട്ടുപാടി ഉറക്കുകയായിരുന്ന രാധുവിൻ്റെ അടുത്തേക്ക് കാത്തു വന്ന് ചോദിച്ചു. ആടി, ഇതുപോലെ പാട്ട് കച്ചേരി നടത്തി തന്നെയാ ഞാൻ നിന്നെയും ആദിനെയും ഒക്കെ ഉറക്കിയത്. രാധമ്മ പറഞ്ഞോണ്ട് നിച്ചൂട്ടനെ കട്ടിലേക്ക് പതിയെ കിടത്തി തടവും വെച്ചു. ഓഹോ, അപ്പടിയാ ചെല്ലക്കുട്ടി. കാത്തു വന്ന് രാധമ്മയുടെ കവളിൽ പിടിച്ചു വലിച്ചപ്പോൾ അവർ അവളെ കട്ടിലേക്ക് പിടിച്ചിരുത്തി. അമ്മയുടെ മോൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ടോ? ആദിമോൾക്കോ? എന്തിനമ്മേ ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യവും? കാത്തു നെറ്റിച്ചൊളിച്ചു. നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങൾ അടുത്തില്ലാതെ രജിസ്റ്റർ ഒപ്പ് വെക്കേണ്ടി വന്നില്ലേ? കണ്ണനും മനുവും പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളുടെ മുൻപിൽ വെച്ച് ചെയ്യാനായിരുന്നു താല്പര്യമെന്ന്. പക്ഷെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് മക്കളെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിൽ ഒറ്റയ്ക്കാക്കണമെന്ന് കരുതിയില്ല. ജോയ്ക്ക് നല്ല വിഷമമുണ്ട്. പുറത്ത് പറഞ്ഞില്ലെങ്കിലും അച്ഛന് ആനന്ദിനും ഏട്ടനും സങ്കടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഏയ്, ഇതൊക്കെ ഓർത്താണോ വിഷമിക്കുന്നേ? ഞങ്ങൾ അങ്ങനെ ഒരു സങ്കടവും ഇല്ല. താലികെട്ട് നടത്തിയിട്ടില്ലല്ലോ. അതെന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയും ജ്യോതി അമ്മയുടെയും ആനന്ദ് അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിലല്ലേ നടക്കുകയുള്ളൂ. അത് മാത്രം മതി ഞങ്ങൾക്ക്. കാത്തു അമ്മയുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു. രാധു അവളെ തൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർത്തു നിർത്തി. ഇനി നമുക്ക് തറവാട്ടിലേക്ക് പോവാൻ പറ്റില്ലെന്നാണോ മഹി? ഏട്ടനിങ്ങനെ ഞങ്ങളോട് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. അച്ഛന്മാരെല്ലാവരും കൂടി ടെറസിലിരുന്ന് സംസാരിക്കുമ്പോഴാണ് ആനന്ദ് മഹിയോട് ചോദിക്കുന്നത്. ഡാ ആനന്ദ്, മനോഹരേട്ടനും ഭവിഷ്യനുമൊക്കെ എങ്ങനെയെങ്കിലും നമ്മളെ തകർക്കാനാണ് താല്പര്യം. അച്ഛൻ ആദിമോളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കും മുൻപേ ഞങ്ങളോട് പറഞ്ഞത് അച്ഛൻ തന്നെയാണ്. മഹാദേവ നാരായണൻ എന്ന നിന്റെ അച്ഛൻ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല. തിരികെ എത്തുമ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് പോവുക തന്നെ ചെയ്യും. ഒന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. നീ പറഞ്ഞു വരുന്നത്? വാസുദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അതേ വസു, നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ടും ജീവിക്കാൻ സമ്മതിക്കില്ല എങ്കിൽ എതിരെ നിൽക്കുന്നവൻ ആരാണെങ്കിലും തകർത്തെറിയുക തന്നെ ചെയ്യണം. നിങ്ങളിൽ ഒരാളെ തൊട്ട കൊല്ലാനും മടിക്കില്ല ഈ മഹാദേവൻ. അത് പറയുമ്പോൾ മഹിയുടെ മുഖത്തുണ്ടായ വന്യത അത്ഭുതത്തോടെ അവർ നോക്കി നിന്നു. ഏട്ടാ, എന്തു പറ്റി ദേവി? മകനോട് സംസാരിക്കാൻ ഇവിടുന്ന് പോയപ്പോൾ ഉള്ള ഉഷാറൊന്നും തിരിച്ചു വന്നപ്പോൾ മുഖത്ത് കാണുന്നില്ലല്ലോ. അത് വേണ്ടടോ, താൻ വെപ്രാളപ്പെടേണ്ട. എനിക്കറിയാം ഭവി എന്താ പറഞ്ഞിട്ടുണ്ടാവുക എന്ന്. സ്വന്തം അച്ഛനോട് എന്തിനാണ് ഇത്ര ദേഷ്യമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ചിലപ്പോൾ അവൻ്റെ രുദ്രയെ ഇവിടുന്ന് ഞാൻ ഇറക്കി വിട്ടതാണെന്ന് കരുതിയിട്ടാവും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാനും ആനന്ദും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ അവരെല്ലാവരും കൂടി ഇവിടുന്ന് പോവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്നും ഒരിക്കലും അവർ അകന്നു നിൽക്കണമെന്ന് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എൻ്റെ കൂടെ പിറപ്പല്ലേ അവൻ. അവനെ അകറ്റി നിർത്താൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആനന്ദുവിന് മാത്രമല്ല, മഹിയെയും വാസുവിനെയും സൂര്യയെയും ഒക്കെ എന്നും സ്വന്തം അനുജന്മാരായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളൂ. ഏട്ടൻ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. ഭവി പറയുന്നത് പണ്ട് മുതലേ ആനന്ദുമായി ഏട്ടൻ വഴക്കാണെന്നാണ്. ചെറുപ്പത്തിലെ സ്വത്തിൻ്റെ പേരും പറഞ്ഞ് വഴക്കിടുമായിരുന്നു എത്രേ. ഇതൊക്കെ അവനോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഏട്ടാ. ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം, വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് സ്വത്തിൻ്റെ പേരിലൊന്നും ആയിരുന്നില്ല ദേവി. എൻ്റെയും പെങ്ങളുടെയും മനസ്സിൽ ഞങ്ങളുടെ അനുജനോട് സ്വത്തിൻ്റെ പേരിൽ വിദ്വേഷമുണ്ടായിരുന്നുവെന്ന് ഭവിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
പക്ഷെ ഞങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിൽ പ്രശ്നമുണ്ടായത് ഒരിക്കലും സ്വത്തിൻ്റെ പേരിലല്ലായിരുന്നു. ഞങ്ങൾക്ക് ഓമനിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ അനുജനാണ് ആനന്ദ്. അവനെ താഴത്തും തലയിലും വെക്കാതെ ഞാനും പെങ്ങളും കൊണ്ടു നടന്നു. പക്ഷേ ആനന്ദിന് എപ്പോഴും വസുവായിരുന്നു പ്രധാനം. അവൻ കഴിഞ്ഞിട്ടേ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനോ അപ്പുറമായിരുന്നു എന്നുള്ളതാണ് ശരി. ആദ്യമൊക്കെ കാര്യമാക്കിയില്ല. പക്ഷെ പിന്നെ പിന്നെ സ്വത്തുക്കൾ പോലും വസുവിന് കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് കാര്യങ്ങൾ വഷളായത്. അവൻ കൈവിട്ട് പോകുമോ എന്നുള്ള പേടിയിലാണ് സ്വത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയത്. പക്ഷെ അവൻ ഉൾപ്പെടെ ചുറ്റിനുമുള്ളവർക്കാർക്കും അത് മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അവനിവിടുന്ന് പോയതിനു ശേഷം ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ തറവാട്ടിലെ മൂത്ത ആൺതിരിയല്ലേ, അതുകൊണ്ട് വിഷമങ്ങളും മനസ്സിലെ സംഘർഷങ്ങളും ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ അവിടെ തന്നെ ഒതുക്കി വെച്ച് എല്ലാവർക്കും മുൻപിൽ കർക്കശക്കാരനായ ഗൗരവത്തിൽ മാത്രം എപ്പോഴും കാണാൻ കഴിയുന്ന ഇന്നത്തെ മനോഹർ മഹാദേവനായി ജീവിച്ചു പോകുന്നു. ഇന്ന് നിന്നോടിത് പറയുമ്പോഴല്ലാതെ മറ്റാരോടും ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരും അറിയാനോ ചോദിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. മനോഹർ നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചു. സാരമില്ലേട്ടാ, അവർ വരും ഏട്ടനെ കാണാൻ. പഴയ പോലെ സന്തോഷമായി നമുക്ക് ജീവിക്കാനും പറ്റും. ഒരുപാട് സങ്കടം അനുഭവിക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷം നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവും. ആശ്വാസവാക്ക് പറഞ്ഞ് ഭർത്താവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നിറഞ്ഞ കണ്ണു മനോഹർ അറിയാതെ മറച്ചു പിടിക്കുകയായിരുന്നു ദേവി. ഭാര്യയെ ഒളി കണ്ടിട്ട് നോക്കിയ മനോഹറിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛച്ചിരി തെളിഞ്ഞത് അവൾ കണ്ടില്ല. ചിലരങ്ങനെയാണ്. എതിരെ നിൽക്കുന്നവർ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും അറിയാൻ കഴിയാത്ത വിഡ്ഢികളായി മാറും ചില സമയങ്ങളിൽ. ജയറാം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സ്റ്റെയറിനടുത്ത് നിൽക്കുന്ന ജയനെ കണ്ടത്. ജയ, നിനക്ക് ഗീതുമോളോട് ദേഷ്യമൊന്നും തോന്നരുത്. അവളുടെ സ്വഭാവം അങ്ങനെയാണെന്ന് നിനക്കറിയാലോ. ചെറിയ കുട്ടിയല്ലേടാ അവൾ. അതിൻ്റേതായ പക്വതക്കുറവുണ്ടാവും. അത് നീ അത്ര കാര്യമാക്കണ്ട. ജയൻ ജയറാമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അയാളുടെ മുഖം കുനിഞ്ഞത് കുറ്റബോധം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് ജയന് മനസ്സിലായില്ല. പണ്ട് ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന തൻ്റെ സഹോദരനെ ഓർത്തുപോയി അയാൾ. ജയ, നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? ദേഷ്യമാണോ നിനക്ക് മോളോട്? ചോദ്യം ആവർത്തിച്ചുകൊണ്ട് അയാൾ ജയൻ്റെ മുഖത്തേക്ക് ഉത്തരത്തിനായി നോക്കി. ദേഷ്യമോ? ഗീതുമോളോട് എന്തിനാണ് ദേഷ്യം? അവൾ അതിനെന്ത് തെറ്റ് ചെയ്തു? തെറ്റുകൾ മുഴുവൻ ചെയ്തതും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നമ്മളല്ലേ. വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കൊടുത്ത് നമ്മളാണ് അവളെ വഷളാക്കിയത്. എതിർക്കാൻ നോക്കിയപ്പോഴൊക്കെ ഒരുമിച്ച് നിന്ന് കുറ്റപ്പെടുത്തി ഏട്ടത്തി അവളുടെ ശത്രുവാക്കി മാറ്റി. ഇപ്പം അവൾക്കൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ അവളുടെ പെറ്റമ്മയെ ചതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കാരണക്കാർ നമ്മൾ മാത്രമാണ്. ഇനിയെങ്കിലും ഏട്ടത്തിയോടും ഗീതുവിനോടും നമ്മൾ തെറ്റു ചെയ്യരുത്. അമ്മയെയും മകളെയും ഇനിയും അകലാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്യം. ഏട്ടൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ അവരെ ഒരുമിപ്പിക്കാൻ നമുക്ക് കഴിയും. ജയൻ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് തൻ്റെ കൈ ചേർക്കുമ്പോൾ ഭാര്യയുടെയും മകളുടെയും മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. കണ്ണു നിറഞ്ഞല്ലോ, ഇനി വിഷമിക്കേണ്ട. നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ആദ്യപടി കഴിഞ്ഞു. സംശയത്തോടെ തന്നെ നോക്കുന്ന ജയറാമിനെ നോക്കി ചിരിച്ചു ജയൻ. മനസ്സിലായില്ല അല്ലേ? അതായത് ഗീതു ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണം എന്താ? അവൾ അവരുടെ അമ്മയെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചതാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അവരെ തമ്മിൽ ഒരുമിപ്പിക്കാനുള്ള ആദ്യത്തെ കടമ്പ കഴിഞ്ഞു എന്ന്. ഇപ്പം ഗീതുവിൻ്റെ മനസ്സിൽ അമ്മയെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അവൾ ഏട്ടത്തിയെ സ്നേഹിക്കുന്നത് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇത് മനസ്സിലാവാതെ ഏട്ടത്തി അവൾക്കൊപ്പം നിൽക്കും. ആദ്യമൊക്കെ ഇറിറ്റേഷൻ തോന്നുമെങ്കിലും പെറ്റമ്മയുടെ സ്നേഹത്തിന് മുൻപിൽ തോൽക്കാത്ത ഏത് മക്കളാണുള്ളത്? നമ്മുടെ ഗീതുവും മാറും. എനിക്കുറപ്പുണ്ട്, ഏട്ടത്തിയുടെ സ്നേഹത്തിന് അവളുടെ സ്വഭാവം മാറ്റാനുള്ള ശക്തിയുണ്ട്. ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുകയും വേണം. ഇനിയെങ്കിലും ഏട്ടത്തി ഒറ്റപ്പെട്ടു പോവരുത്. അമ്മയും മകളും ഇനിയുള്ള കാലം ഹാപ്പിയായി ജീവിക്കണം. അതിനുവേണ്ടി എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. ജയൻ പറയുന്നത് കേട്ട് ജയറാം കണ്ണു നിറഞ്ഞ അനുജനെ നോക്കി. മഹി, അച്ഛൻ എവിടെയാണെന്ന് ഒരു പിടിയുമില്ലല്ലോ. ബിസിനസ് മീറ്റിങ്ങിന് പോയിരിക്കുകയാണെന്ന് മാത്രമാണ് മനോഹരേട്ടൻ പറഞ്ഞത്. എവിടെയാണെന്ന് പറഞ്ഞില്ല. കൂടെയുള്ള ആളിൻ്റെ നമ്പറും വാങ്ങാൻ പറ്റിയില്ല. ഒന്ന് സംസാരിച്ച് തന്നെ ഒരുപാട് നാളായി അല്ലേ വസു? അതേടാ. അന്ന് നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളന്ന് പൂരം കാണാൻ പോയപ്പോൾ കാറിലിരുന്നത് കണ്ടത്? അന്ന് പോയി മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്നാണ് അവസാനമായി കാണുന്നത്.
എന്തായാലും അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് കണ്ടിട്ടില്ല. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ പൂരത്തിന് പോയിരുന്നു. പക്ഷേ അവിടെ കണ്ടില്ല. ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വരുമായിരിക്കും ചിലപ്പോൾ. വാസുദേവൻ പറഞ്ഞുകൊണ്ട് കണ്ണു തുടച്ചു. അയ്യേ, വസുക അറിയുകയാണോ നീ? വിഷമിക്കുന്നത് എന്തിനാടാ? അച്ഛൻ ടൂറിലാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. ഞാൻ അന്വേഷിച്ചിരുന്നു. തിരികെ വരാൻ കുറച്ച് സമയമെടുക്കും. വന്നാലുടൻ പോവാം നമുക്ക് തറവാട്ടിലേക്ക് തന്നെ. നേരിട്ട് അതുപോലെ. നിങ്ങൾ 3 പിന്നെ നമ്മുടെ കുടുംബവുമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയ സ്വത്ത്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കില്ല. മഹി കണ്ണു തുടയ്ക്കുന്നത് കണ്ട് ആനന്ദ് അയാളെ കെട്ടിപ്പിടിച്ചു. സൂര്യനും വാസുദേവനും നിറഞ്ഞ കണ്ണുകളോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു ആ നിമിഷം. ദേവി, ബഷി എവിടെയാ? ഭവി എന്താ പറയുന്നത്? അവൻ പറയും പോലെ ബഷിയെ ഞാൻ എവിടെയും പറഞ്ഞു വിടുകയോ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. സാധാരണ അങ്ങനെ പോയാൽ 2-3 ദിവസത്തിനുള്ളിൽ മടങ്ങി വരാറുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിന്നോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ? മനോഹർ ബാൽക്കണിയിലെ കസേരയിൽ ചാരിയിരുന്നുകൊണ്ട് ദേവിയോട് ചോദിച്ചു. ഇല്ല ഏട്ടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആൾ ക്യാമറയും കൊണ്ടാണ് പോയിരിക്കുന്നത്. സൂരജിൻ്റെ വീട്ടിലെ കോൺടാക്ട് ചെയ്തിരുന്നു. 2 കൂടിയാണ് പോയിരിക്കുന്നത്. എത്ര പറഞ്ഞാലും അനുസരിക്കില്ല ബഷി. ഒരു സുപ്രഭാതത്തിൽ ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി കളയുക. വീട്ടിലുള്ളവർ അവൻ തിരികെ വരുന്നത് വരെ എവിടേക്കാണ് പോയതെന്നോ എപ്പോൾ വരുമെന്നോ അറിയാതെ പേടിക്കുക. അതൊക്കെ കാണുന്നത് അവനൊരു സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നേ. ഈ നേരിട്ട് കാണുമ്പോഴുള്ള സ്നേഹമൊക്കെയേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുവോ? താൻ വിഷമിക്കാതിടൂ ഭാര്യയെ. ക്യാമറയും തൂക്കിയാണ് പോയതേക്കുന്നെങ്കിൽ ഏതെങ്കിലും കാട്ടിലോ മേട്ടിലോ കാണും നമ്മുടെ ഇളയ മകൻ. തനിക്കറിയാവുന്നതല്ലേ അവനെ. സൂരജ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട. രണ്ടിനും ഇഷ്ടം നാടിനേക്കാൾ കൂടുതൽ കാടാണല്ലോ. പോയിട്ട് വരട്ടെ. അവൻ്റെ സ്വപ്നം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ നീ. ബഷിയും ഭവിയും ഒരുമിച്ച് ബിസിനസ് നോക്കി നടത്തണമെന്നാണ് ആഗ്രഹിച്ചത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ ആഗ്രഹിക്കും പോലെ മക്കൾ വളരണമെന്നില്ലല്ലോ. അവർ നമ്മളെ സ്നേഹിക്കണമെന്നുമില്ല, അല്ലേടോ? എന്താ ഏട്ടാ ഇത്? ഇപ്പോഴും ഭവി പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ മനസ്സിലൊന്നും വെച്ചിട്ടല്ല പറയുന്നത്. അറിയാലോ അവൻ്റെ സ്വഭാവം. എന്താണോ തോന്നുന്നത് അതങ്ങ് പറയുമെന്നല്ലാതെ പറയുന്നതെന്ന് മനസ്സിൽ വെക്കുകയോ അതോർത്ത് നടക്കുകയോ ഒന്നും ചെയ്യില്ല. ഇതിപ്പോൾ രുദ്രമോൾ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഏട്ടനാണ് അപകടമുണ്ടായിരിക്കുന്നത് കഴുതിയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. അതൊന്നുമല്ല സത്യമെന്നറിയുമ്പോൾ അവൻ ഓക്കെ ആയിക്കോളും. അതുവരെ ഏട്ടന് ഇതേപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. ഞാനല്ലേ പറയുന്നത്. ദേവി മനോഹരനെ തന്നോട് ചേർത്ത് പിടിച്ചു. ആരോ കരയുന്നത് കേട്ടാണ് ഗീത ഉറക്കത്തിൽ നിന്നുണർന്നത്. തൻ്റെ മുൻപിലിരിക്കുന്ന നിമ്മിയെ കണ്ടവൾ ഉറക്കം മുറിഞ്ഞതിന് ദേഷ്യം വന്നെങ്കിലും പതിയെ തൻ്റെ മനസ്സിനെ അടക്കി അവൾ അവരെ തന്നെ നോക്കിക്കിടന്നു. മോളെ, ഇപ്പം എങ്ങനെയുണ്ട് അമ്മയുടെ പൊന്നിന്? സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടയ്ക്കുമ്പോഴാണ് മകൾ ഉണർന്ന നിമ്മി കാണുന്നത്. എനിക്ക് എന്തോ പറയാൻ തുടങ്ങിയ ഗീതു പറഞ്ഞു തുടങ്ങുമ്പോഴേ ചുമച്ചു പോയിരുന്നു. എന്താ മോളെ ചുമയ്ക്കുന്നേ? അയ്യോ, പനിയുണ്ടോ? വെപ്രാളത്തിൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് വരുന്ന നിമ്മിയെ കണ്ട് ഗീതു എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. അറിയാതെ കൈകുത്തിയത് കൊണ്ട് തന്നെ വേദന തോന്നിയവൾ ഡാഡി എന്ന് വിളിച്ചു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അവളെ നിമ്മി താങ്ങി നേരെ ഇരുത്തിയെങ്കിലും അവളുടെ ഡാഡി എന്നുള്ള വിളി കേട്ട് സന്തോഷവും കൂടി സങ്കടവും തോന്നിപ്പോയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം പെട്ടെന്ന് വിളിക്കുന്നത് അമ്മയെന്നാണ്. തൻ്റെ മകൾ മാത്രം തന്നെ മറന്നു പോയിരിക്കുന്നു എന്നുള്ളത് ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൈകുത്തല്ല മോളെ, വേദനയുണ്ടാവും. ഡോക്ടർ പറഞ്ഞതല്ലേ. ദാ വെള്ളം കുടിക്ക്. നിറഞ്ഞ കണ്ണ് താൻ കാണാതെ തുടയ്ക്കാൻ ശ്രമിക്കുന്ന നിമ്മിയെ കണ്ട് ഗീതു ഒന്ന് നെറ്റിരുളിച്ചു. ഇവരെന്തിനായിരിക്കും കരയുന്നത്? എനിക്ക് വേദനിച്ചതുകൊണ്ടാണോ ഇനി? എനിക്ക് വേദനിച്ചതിന് ഇവരെന്തിനാണാവോ കരയുന്നത്? ഓ, സ്നേഹമുണ്ടെന്ന് കാണിക്കാനാവും. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തവൾ. മോൾ ഉണർന്നോ? മുറിയിലേക്ക് ജയറാം കയറി വന്നത് മുഖം അമർത്തി തുടച്ച് നിമ്മി ചിരിച്ചു. ഉണർന്നു. ഡാഡി എവിടെ പോയതാണ്? ചെറിയച്ഛൻ എവിടെ? ജയനെ ചെറിയച്ഛനെന്ന് വിളിക്കുന്നത് കേട്ടതും നിമ്മി അത്ഭുതത്തോടെ ഗീതുവിനെ നോക്കി. അമ്മ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ജയറാമിനെ തന്നെ നോക്കി ശ്രദ്ധിക്കുകയായിരുന്നു ഗീതു. അവൻ ക്യാൻറ്റീൻ വരെ പോയി മോളെ. അമ്മയും മോളും ഒന്നും കഴിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പോയതാ. നല്ല മസാല ദോശയുണ്ട് അവിടെ. ജയറാം പറഞ്ഞുകൊണ്ട് ഗീതുവിനടുത്തേക്ക് ചെയർ വലിച്ചിട്ടിരുന്നു. അതിന് ഗീതു മോള് ദോശ കഴിക്കില്ലല്ലോ, ബർഗറൊക്കെ അല്ലേ. അത്രയും പറഞ്ഞ് തന്നെ ഉറ്റുനോക്കുന്നവളെ കാണാൻ ഗീതുവിന് ചിരി വന്നു.
എന്തായാലും മതി എനിക്ക്, ഞാൻ കഴിച്ചോളാം. പൊട്ടി വന്ന ചിരിയടക്കിയാണ് ഗീതു പറഞ്ഞത്. അത് കേട്ടതും നിമ്മിയുടെ മുഖം അത്ഭുതത്തോടെ വിടരുന്നത് ജയറാം ചിരിയോടെ നോക്കി. നിങ്ങൾ പിള്ളേരെല്ലാവരും ഇന്ന് ഇവിടെ കിടക്ക്, ഞങ്ങൾ അച്ഛന്മാരും അമ്മമാരും ഒക്കെ അപ്പുറത്ത് വീട്ടിലേക്ക് പോവാം. അതുപോലെ പെണ്ണുങ്ങളെ. എല്ലാവരും ഹാളിലിരുന്നപ്പോഴാണ് മഹാദേവൻ അത് ചോദിച്ചത്. അതെ, ഞാനും അത് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്താ ചെയ്യേണ്ടേ? നമുക്ക് അപ്പുറത്തേക്ക് പോകാല്ലേ? വാസുദേവന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. മനുവിൻ്റെയും ജിത്തുവിൻ്റെയും മുഖത്തൊരു ചിരി വിരിഞ്ഞു. രണ്ടാളും പരസ്പരം നോക്കി ചിരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പുന്നാര മക്കളെല്ലാവരും കുരുത്തക്കേടൊന്നും കാണിക്കാതെ ഇവിടെ അങ്ങ് നിന്നാ മതി കേട്ടോ, പ്രത്യേകിച്ച് മനുവിനോടും ജിത്തുവിനോടും. എടാ പോലീസേ, നിന്നെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കേട്ടോ. മനുമോനെ, നിന്നെ പിന്നെ ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് 2 കുഞ്ഞുങ്ങളും അടങ്ങിയിരിക്കണേ. മഹി പറയുന്നത് കേട്ട് എല്ലാവരും കാര്യം അറിയാതെ മഹിയെ തന്നെ നോക്കി. നമ്മൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച വൈൻ കുപ്പിയല്ലേ, അതിലെ അളവ് കുറയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പം എന്നാ മച്ചാന്മാർ 2 കൂടി വൈൻ കട്ടുകുടിക്കുക. 2 ഇരിപ്പ് കണ്ടില്ലേ? മൈ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചമ്മിയിരിക്കുന്ന ജിത്തുവിനെയും മനുവിനെയും നോക്കി. ഇവൻ ജന്മനാ കള്ളനാണെന്ന് വെക്കാം, പക്ഷേ ജിത്തു, നീ ഒരു പോലീസുകാരനല്ലേടാ. എന്നിട്ടും അയ്യേ മോശം. സൂര്യൻ പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മനു അച്ഛനെ നോക്കി കണ്ണു പിടിച്ചു. വൈൻ വേണമെങ്കിൽ ചോദിച്ചൂടെ, അല്ലാതെ ഇങ്ങനെ കട്ടുകുടിക്കണോ? ചോദിച്ച മഹിയച്ഛൻ തരും അല്ലേ? കീത്തുവുമായി മാറിയിരുന്ന ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കിച്ചു പറഞ്ഞുകൊണ്ട് മഹിയുടെ തോളിൽ കൈകിട്ടു. നേർക്കോലി, നീ ഒരു പോസ്റ്റ് കിട്ടിയപ്പോൾ ഗോൾ അടിക്കാൻ നോക്കുക അല്ലേടാ കള്ള. മഹി പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിളിൽ ഒരു കടി കൊടുത്തു. എങ്ങനെയാണാവോ ഈ ലക്ഷ്മിയമ്മ ഇങ്ങനെ സഹിക്കുന്നത്? എൻ്റെ കവിള് കടിച്ചു പറിച്ചെടുത്തെന്ന് തോന്നുന്നേ. കവിള് തടവിക്കൊണ്ട് പുറത്തേക്ക് ഓടുന്നവനെ കണ്ട് എല്ലാവരും ചിരിച്ചു. അച്ചൂട്ടി, നിച്ചുമോന് ഞാൻ കൊണ്ടുപോകുവാണ് കേട്ടോ. അവൻ ഇടയ്ക്ക് ഉണരുമെങ്കിൽ കൊണ്ടുവരാം. ജ്യോതി പറഞ്ഞുകൊണ്ട് മടിയിൽ കിടന്നുറങ്ങുന്ന നിച്ചുവാവയെ ചേർത്ത് പിടിച്ചു. അവൻ ഇടയ്ക്കുണരാൻ സാധ്യത കുറവാണ്. ഉണർന്നാൽ തന്നെ അറിയാവുന്ന ആളാണോ അടുത്തുള്ളതെന്ന്. കണ്ണു തുറന്ന് നോക്കിയിട്ട് ഉറങ്ങും, വഴക്കൊന്നും ഉണ്ടാക്കില്ല. അതാണ് ആശാൻ മുറിയിൽ വെച്ച് എന്നെ ഉണർന്ന് നോക്കിയതല്ലേ. എന്നിട്ടൊരു ചെറിയ ചിരി തന്നിട്ട് അപ്പോൾ തന്നെ കണ്ണടച്ച് നല്ല ഉറക്കം. രാധു നിച്ചുവിൻ്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും വാവയെ വാത്സല്യത്തോടെ നോക്കി. മക്കളെ അവിടെയാക്കി നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടും നന്നായി അല്ലേ? ആനന്ദ് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. വാസുദേവൻ്റെ വീടിൻ്റെ ഹാളിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ് അച്ഛന്മാരും അമ്മമാരും. അത് ശരിയാ ആനന്ദ് നീ പറഞ്ഞത്. നമ്മളുള്ളപ്പോൾ എത്ര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാലും അവർക്കൊരു വെപ്രാളം ഉണ്ടാവും സംസാരിക്കാനൊക്കെ. സിദ്ധു ആണെങ്കിലും അച്ഛമോളോട് സംസാരിക്കാനൊക്കെ താല്പര്യമുണ്ടാവില്ലേ? അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് അവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടും നന്നായതേ ഉള്ളൂ, വാസുദേവനും പറഞ്ഞു. പക്ഷേ താലികെട്ട് നടത്താതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു പിള്ളച്ചേട്ടൻ പറയുക. എന്തായാലും ഞങ്ങളെക്കാൾ അറിവുള്ള ആളല്ലേ? സീത പറഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടനെ നോക്കി. അമ്മമാരുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പിള്ളച്ചേട്ടനെ ശ്രദ്ധിച്ചു. സീതമോള് ചോദിച്ചത് ശരി തന്നെയാ. സീതയ്ക്ക് മാത്രമല്ല, നിങ്ങൾ അമ്മമാർക്ക് എല്ലാവർക്കും ആ കാര്യത്തിലൊരു വെപ്രാളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ വിശ്വാസം അനുസരിച്ച് അഗ്നിസാക്ഷിയായ ദൈവത്തെ സാക്ഷി നിർത്തി താലികെട്ട് നടത്താതെ ആണും പെണ്ണും ഒന്നിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയുന്നത് പ്രോത്സാഹിപ്പിക്കാനാവില്ല. പക്ഷേ ഇപ്പോൾ കാലം ഒരുപാട് മാറിയില്ലേ മക്കളെ? പണ്ട് അനുഷ്ഠിച്ച് വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് തമാശയായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്കൊന്നൊരു പ്രസക്തിയുമില്ലെന്നേ. പിന്നെ ഒരു കാര്യം പറഞ്ഞ, ഏതോ ഉഗ്രമൂർത്തിയുടെ മുൻപിൽ നിന്ന് താലി ചാർത്തിയാലും പരസ്പരം മനപ്പൊരുത്തം എന്നൊരു കാര്യമില്ലെങ്കിൽ എല്ലാം പോയില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ആചാരങ്ങളൊന്നുമല്ല കാര്യം. പരസ്പരമുള്ള സ്നേഹവും ഐക്യവുമാണ് വേണ്ടത്. അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുവോളമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നല്ല കാര്യപ്രാപ്തിയുള്ള കുട്ടികളാണ് അവരെല്ലാവരും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വന്നു ചേർന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ താണ്ടി നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. പിന്നെ കാര്യഗൗരവം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനെതിരായി പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ അതെ, പിള്ളച്ചേട്ടൻ പറഞ്ഞത് നേരാ, മഹി പറഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടനെ നോക്കി നിറഞ്ഞു ചിരിച്ചു. ഇതെന്താടാ ആരും കിടക്കാത്തെ? എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്ന പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വന്നത്. മനു അളിയന് ഉറങ്ങണമെങ്കിൽ പോയി കിടന്നുറങ്ങ്, ഞങ്ങൾക്കാർക്കും ഉറക്കം വരുന്നില്ല. കിച്ചു പറഞ്ഞുകൊണ്ട് ഫോണിൽ ഗെയിം കളിക്കുന്നത് തുടർന്നു. ഓക്കെ അളിയ, എപ്പോഴും ഫോണിനകത്ത് തന്നെയാണല്ലോ രണ്ടും. മനുവിൻ്റെ ചോദ്യത്തിന് കീത്തുവും കിച്ചുവും ഒന്ന് ചിരിച്ചു കാണിച്ചു. മനു എല്ലാവരെയും ഒന്ന് നോക്കി.
ബാൽക്കണിയിലെ സോപാനത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒരു സൈഡിൽ അച്ചുവും കാർത്തുവും ആദിയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അവർക്കെതിരെ കാശിയും സിദ്ധുവും ഇരിപ്പുണ്ട്. കാശിക്ക് തൊട്ടടുത്ത് അവൻ്റെ തോളിൽ ചാരിയിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുന്ന കിച്ചു. അവനടുത്ത് തന്നെ കീത്തുവും വേറൊരു ഫോണും പിടിച്ചിരിപ്പുണ്ട്. അല്ലട ജിത്തു എവിടെ പോയി? എല്ലാവരെയും നോക്കി മനു ചോദിച്ചു. അവൻ കിടന്നു കാണും. നീ പോയി മുറിയിൽ നോക്കിയേ. ദാ ഈ ഫോണൊന്ന് ചാർജിലിട്ടേരേ. സിദ്ധു ഫോൺ മനുവിന് കൊടുത്തുകൊണ്ട് വീണ്ടും കാശിക്ക് നേരെ തിരിഞ്ഞു. ആണോ? എങ്കിൽ ഞാനും കിടക്കാൻ പോവുക. ജിത്തുവിൻ്റെ കൂടെ കിടന്നോളാം ഞാൻ. കണ്ണാ, നീ കിച്ചുവിൻ്റെ കൂടെ കിടന്നോ കേട്ടോ. ഉറങ്ങിക്കഴിഞ്ഞ് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. പറഞ്ഞിട്ട് മനു പതിയെ തിരിഞ്ഞു നടന്നു. സ്റ്റെയറിനരികിൽ പാത്ത് നിൽക്കുന്ന ജിത്തുവിനെ നോക്കി കൈ കാണിച്ച് ചിരിച്ചുകൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചു. രക്ഷപ്പെട്ടു. ഇനി എന്തായാലും അവന്മാരിടയ്ക്ക് വന്ന് വിളിക്കില്ല. അല്ലായിരുന്നെങ്കിൽ വന്ന് വിളിച്ചിട്ട് കയറിയ മണമെങ്ങാനും അടിച്ചാൽ തീർന്നു. മനു പറഞ്ഞുകൊണ്ട് വാതിൽ കുറ്റിയിട്ടു. ഫോൺ ചാർജിലിട്ടവൻ കട്ടിലേക്കിരുന്നു. ജിത്തു ചിരിച്ചുകൊണ്ട് കട്ടിലിനടിയിൽ നിന്ന് 2 ബിയർ ബോട്ടിലെടുത്ത് മുകളിൽ വെച്ചു. നീ എപ്പോഴാണ് അത് തണുപ്പിച്ചേ? എൻ്റെ പൊന്നു മനു, അതൊരു ടാസ്ക്കായിരുന്നു. ഞാനിതേ വാസുവച്ചൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലായിരുന്നു വെച്ചേ. അവർ അങ്ങോട്ടിറങ്ങും മുൻപേ ഓടിപ്പോയി എടുത്ത് ഗേറ്റിന് വെളിയിൽ വെച്ചു. പിന്നെ ദേ ഈ മുണ്ട് ഉടുത്തുകൊണ്ട് പോയി ഇതിനുള്ളിൽ വെച്ചുകൊണ്ട് വന്നു. ഉടുത്തിരിക്കുന്ന മുണ്ട് കാണിച്ചുകൊണ്ട് ജിത്തു പറഞ്ഞു. അതേതായാലും നന്നായി. ബിയർ തണുപ്പിച്ചിരുന്നെങ്കിൽ കുടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. നീ പൊട്ടിക്ക് വേഗം. മനുവേ, അവന്മാരെങ്ങാനും ഇപ്പം കയറി വരുമോ? വന്നാൽ തീർന്നു. ആകെ 2 മാത്രമേ കിട്ടിയുള്ളൂ. അത് നമുക്ക് 2 പേർക്കും തന്നെ ഒന്നും ആവില്ല. അപ്പം അവന്മാർ കൂടെ വന്നാൽ പിന്നെ മൂക്കിൽ വലിക്കാൻ പോലും കാണില്ല. അവരവിടെ ഭയങ്കര ചർച്ചയിലാണ്. ഇപ്പോഴൊന്നും വരില്ല. നീ വേഗം പൊട്ടിക്ക്. ഒന്ന് പൊട്ടിച്ച് മനുവിന് കൊടുത്തു. ടച്ചിങ്സ് ഒന്നുമില്ലല്ലേ? ബിയറിൽ നിന്നൊരു കവിളി സിപ്പ് എടുത്തുകൊണ്ട് മനു പറഞ്ഞു. ഇല്ലടാ, നിനക്ക് ഞാൻ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു തരാം. ഇത്രയും പേർക്കിടയിൽ നിന്ന് ഇത് 2 തന്നെ ഒപ്പിച്ചതിൻ്റെ പാട് എനിക്കറിയാം. അപ്പോഴാണ് അവൻ്റെ ഒരു ടച്ചിങ്സ്. ഡാ മനു, വാതിൽ തുറന്നേ. നീ ഉറങ്ങിയോ? പുറത്ത് സിദ്ധുവിൻ്റെ ശബ്ദം കേട്ട് മനുവും ജിത്തുവും പരസ്പരം ഞെട്ടി നോക്കി. ഡാ, നീ ഒന്ന് തുറന്നേ. സിദ്ധുവിൻ്റെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുക്കട്ടെ. കാശി കൂടി വിളിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതേ ഇരിപ്പിരുന്നു പോയി മനുവും ജിത്തുവും. പോയി തുറക്ക്, കാലന്മാർ വന്ന് എന്ത് തേങ്ങയെങ്കിലും എടുത്തോണ്ട് പോട്ടെ. ജിത്തു പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കുപ്പിയും തൻ്റെ കുപ്പിയും കൂടി കബോർഡിൽ എടുത്തു വെച്ചു. എടാ പൊട്ട, അവിടെ കിടന്നുറങ്ങടാ. ഇവിടെ ഉറങ്ങുവാനല്ലേ പറഞ്ഞേ? അപ്പോൾ കിടക്കങ്ങോട്ട്, ഞാൻ പോയി തുറന്നു നോക്കട്ടെ. കട്ടിൽ എഴുന്നേറ്റിരിക്കുന്ന ജിത്തുവിനെ പിടിച്ചു കിടത്തി പുതപ്പിച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ ഫോണും കയ്യിലെടുത്ത് ഉറക്കച്ചടവോട് അഭിനയിച്ചാണ് മനു വാതിൽ തുറന്നത്. ദാ ഫോൺ. നീ ഇത്രയും പെട്ടെന്ന് ഉറങ്ങിയിരുന്നു? അവനോ? ജിത്തു. സിദ്ധു ഫോൺ കയ്യിൽ വാങ്ങി ചോദിച്ചു. കാശി അകത്തേക്ക് എത്തി നോക്കി കട്ടിൽ ഉറങ്ങുന്ന ജിത്തുവിനെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പാവം ജിത്തുകുട്ടൻ ഉറങ്ങിപ്പോയി അല്ലേടാ സിദ്ധു? കാശി പറഞ്ഞുകൊണ്ട് ജിത്തുവിൻ്റെ മുടിയിൽ പതിയെ തടവി. ആടാ പാവം, ഇവൻ പിന്നെ ഉറക്കം വന്ന് തൂങ്ങി നിൽക്കുവാണല്ലോ. അതുകൊണ്ട് നമുക്ക് 2 ആൾക്കും കൂടി അടിക്കാം. ഇവർക്ക് വേണ്ടായിരിക്കും. സിദ്ധു പറയുന്നത് കേട്ടതും മനു നെറ്റിച്ചുളിച്ച് അവരെ നോക്കി. ദൈവമേ, ഇവന്മാരുടെ കയ്യിൽ സാധനമുണ്ടോ? കണ്ണനെപ്പോൾ വാങ്ങാൻ പോയി? ചിലപ്പോൾ സിദ്ധുവിൻ്റെ കയ്യിലുണ്ടായിരിക്കും. മനു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കട്ടിലേക്ക് നോക്കി. എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ജിത്തുവിനെ കണ്ടവൻ കണ്ണുമിഴിച്ചു. ആഹാ, നീ ഉറങ്ങിയില്ലായിരുന്നോ? സിദ്ധു ചോദിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു. അത് പിന്നെ അവൻ ഉറങ്ങിയതാടാ. ഇപ്പോൾ നിങ്ങളുടെ സൗണ്ട് കേട്ടപ്പോൾ ഉണർന്നു. അല്ലേടാ ജിത്തു? സിദ്ധു ചോദിച്ചതിന് മനുവാണ് ഉത്തരം പറഞ്ഞത്. ഓ അങ്ങനെയാണോ? അപ്പം നമുക്ക് അടിച്ചാലോ? നിങ്ങൾ സാധനം വാങ്ങി വെച്ചായിരുന്നില്ലേ? ഇല്ല, നിങ്ങളല്ലേ വാങ്ങിയേ? ഞങ്ങളോ? ഞങ്ങൾ വാങ്ങിയില്ല. ഒന്ന് പോയടാ. ഓഹോ, അവർ വാങ്ങിയില്ലെന്ന് നീ ആ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ കണ്ണാ. സിദ്ധു പറഞ്ഞുകൊണ്ട് കാശിയെ നോക്കി. അതേതായാലും നന്നായി. ബിയർ തണുപ്പിച്ചില്ലെങ്കിലേ കുടിക്കാനൊരു സുഖം ഉണ്ടായില്ല. നീ പൊട്ടിക്കടാ. ആ ഓഡിയോ കേട്ടതും മനുവും ജിത്തുവും പരസ്പരം നോക്കി. എന്നിട്ട് 2 ആളും തിരിഞ്ഞ് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് നോക്കി. സിദ്ധുവും കാശിയും ചിരിച്ചുകൊണ്ട് ചമ്മി നിൽക്കുന്നവരെ നോക്കി. സിദ്ധുവേട്ടാ. അച്ചുവിൻ്റെ ഉച്ചത്തിലുള്ള വിളി കേട്ട വെപ്രാളത്തിൽ ബാൽക്കണിയിലേക്ക് ഓടി. പെട്ടെന്ന് ലൈറ്റെല്ലാം ഓഫായതും സിദ്ധുവിനും കാശിക്കും അപകടം മണത്തു. ബാൽക്കണിയിൽ ആരുമില്ല എന്ന് കണ്ടതും അവർ പരസ്പരം നോക്കി. നീ ടെറസിൽ നോക്ക്, ഞാൻ താഴെ നോക്കാം. കാശി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞോടി. ടെറസിൽ ആരെയും കാണാത്തത് കൊണ്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയ അവർ ഒന്ന് സംശയിച്ച് മുറിയിലേക്ക് പോയി. എന്തോ എടുത്ത് താൻ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ അരയിൽ തിരികെ വെച്ചു. സിദ്ധു. താഴെ നിന്ന് കാശിയുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ടവൻ താഴേക്കോടി. കണ്ണാ. സ്റ്റെയർ ഇറങ്ങുന്നതിനോടൊപ്പം ടെൻഷൻ കൊണ്ട് കാശിയെ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ.
സിദ്ധു പതിയെ താഴേക്കിറങ്ങി. ആരൊക്കെയോ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്നു തോന്നി അവന്. സ്റ്റെയർ ഇറങ്ങിക്കൊണ്ട് തന്നെ അവൻ വെളിച്ചത്തിനായി പരതി. അടുത്ത മുറിയിലേക്ക് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം അടിക്കുന്നുണ്ട്. പക്ഷേ ആ മുറിയുടെ വാതിൽ ചാരിയിരിക്കുന്നു. ആ വാതിൽ തുറന്ന ഹാളിലേക്ക് വെളിച്ചം കിട്ടുമെന്ന് അവന് കണക്ക് കൂട്ടി. അരയിൽ തിരികെ വെച്ചിരിക്കുന്ന തൻ്റെ റിവോൾവർ എടുത്ത് കയ്യിൽ പിടിച്ചു. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെ അവൻ മുൻപിലേക്ക് നടന്നു. ഹാളിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം എന്തോ പൊട്ടുന്ന ശബ്ദത്തോടുകൂടി ലൈറ്റെല്ലാം തന്നെ ഓണായി. മുൻപിലെ കാഴ്ചയിൽ ഞെട്ടിപ്പോയിരുന്നു സിദ്ധു. ഹാളിൽ മുഴുവൻ ബലൂൺ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നടുക്കായി ഇട്ടിരിക്കുന്ന ടേബിളിൽ കേക്കുമുണ്ട്. അച്ഛന്മാരും അമ്മമാരും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. ഹാപ്പി ബർത്ത്ഡേ സിദ്ധുവേട്ടാ. അച്ഛൻ ഇച്ചുവാവയും കയ്യിൽ പിടിച്ച് സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു. അവൻ കുഞ്ഞിൻ്റെയും തൻ്റെ പെണ്ണിൻ്റെയും നെറ്റിയിൽ ഓരോ ഉമ്മ കൊടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചു. അയ്യോ, കിച്ചു പറയുന്നത് കേട്ടതും എല്ലാവരും അവനെ നോക്കി. എന്താടാ കിച്ചു? അല്ല, ഇതെന്താ തോക്കൊക്കെ ആയിട്ട്? അപ്പോഴാണ് സിദ്ധുവിൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് എല്ലാവരും ശ്രദ്ധിച്ചത്. ഇതെന്താടാ മോന് തോക്കൊക്കെ? നീ എന്താടാ വെടിവെക്കാൻ ഇറങ്ങിയതാണോ? സൂര്യൻ ചോദിച്ചുകൊണ്ട് സിദ്ധുവിൻ്റെ കയ്യിലെ തോക്കിൽ തൊട്ടു നോക്കി. അല്ല, ഞാൻ കരുതി ഏതേലും കള്ളന്മാരായിരിക്കുമെന്ന്, അതാ ഞാൻ. ഓ, നമ്മളൊക്കെ ഒരു തോക്കിൻ്റെ മുന്നിൽ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് സാരമല്ലേ. ഡാ ജിത്തു, നിന്റെ കയ്യിലുണ്ടോ ഇതുപോലെ തോക്കും ബോംബൊക്കെ? മനു ചോദിച്ചുകൊണ്ട് ജിത്തുവിനെ നോക്കി. ഡാ പൊട്ട, ഞാൻ പോയി ആദ്യം ചാർജ് എടുക്കണം, അപ്പോഴേ എനിക്ക് തോക്ക് കിട്ടൂ. അത് ഭാഗ്യമായി. സിദ്ധു ആയതുകൊണ്ട് തോക്ക് പൊട്ടിക്കാൻ കുറച്ച് ക്ഷമ കാണിച്ചു. ഈ വെകളി ചെറുക്കനെങ്ങാനും ആയിരുന്നെങ്കിൽ ശബ്ദം കേട്ട ഉടനെ താഴോട്ട് പോലും ഇറങ്ങി വരാതെ മുകളിൽ നിന്ന് തന്നെ നമ്മുടെയൊക്കെ നെഞ്ചത്ത് തുളയിട്ടേനെ. അല്ലേടാ ജിത്തു? നീ എന്തോ പറയാനാഞ്ഞ ജിത്തു അച്ഛന്മാരെയും അമ്മമാരെയും നിൽക്കുന്നത് കണ്ട് പറയാൻ വന്നത് പറയാതെ മനുവിനെ നോക്കി കണ്ണുരുട്ടി. എടാ ജിത്തു മോനെ, പറയാനുള്ളതൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കണം. ആനന്ദ് പറഞ്ഞുകൊണ്ട് ജിത്തുവിൻ്റെ തോളിൽ കൈയിട്ടു. സിദ്ധു മോനെ, അമ്മയുടെ പൊന്നുമോൻ 1000 ജന്മദിനാശംസകൾ. എൻ്റെ മോന് ഭഗവാൻ ആയുസ്സും ആരോഗ്യവും വാരിക്കോരി തരും. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ജ്യോതി പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. അമ്മമാരും അച്ഛന്മാരും സിദ്ധുവിന് മാറി മാറി ഉമ്മ കൊടുക്കലും വിഷ് ചെയ്യലും എല്ലാം തകൃതിയായി നടന്നു. കേക്ക് കട്ട് ചെയ്യുമ്പോഴും എല്ലാവർക്കും കൊടുക്കുമ്പോഴും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു സിദ്ധുവിന്. എന്താ മോനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ജ്യോതി സിദ്ധുവിൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലമ്മേ, എനിക്കിതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണെന്നാ കരുതിയേ. പക്ഷേ ഇപ്പോൾ അത്രയും പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു അവൻ. നീ ഞങ്ങളുടെ മോന. ദാ ഇവരൊക്കെ കല്യാണമൊക്കെ കഴിയുമ്പോൾ അങ്ങ് പോകും. പക്ഷെ നിങ്ങൾ ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ എപ്പോഴും. പിന്നെ ആരാ ഞങ്ങളെ വയസ്സാം കാലത്ത് നോക്കുന്നത്? ജ്യോതി പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി ആ ദിവസം സന്തോഷത്തിലാക്കി. എങ്ങോട്ട് രണ്ടും കൂടെ രാവിലെ തന്നെ? ട്യൂഷനുണ്ടോ? വെളുപ്പിനെ ഓടാൻ ഇറങ്ങുമ്പോഴാണ് ബാഗൊക്കെയായി പോകാനിറങ്ങുന്ന കീത്തുവിനെയും കിച്ചുവിനെയും ജിത്തു കണ്ടത്. ആ ഏട്ടാ, ഞങ്ങൾക്ക് ട്യൂഷനുണ്ട്. ഏട്ടനിപ്പോൾ ഞങ്ങളുടെ സ്വന്തം ഏട്ടനല്ലേ. അപ്പം അമ്മയോടും അച്ഛനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഈ ട്യൂഷനൊന്ന് നിർത്തി തരുമോ പ്ലീസ്? ജിത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടാണ് കീത്തു പറഞ്ഞത്. ഓ പിന്നെ പോടി, നല്ലൊരു ക്ലാസ് നല്ലൊരു സാറുമാണ് ട്യൂഷൻ ക്ലാസ്സിലെ. പിന്നെന്തിനാ ട്യൂഷൻ നിർത്തുന്നേ? ഇവളോട് ആ സാറിന് എന്ത് കാര്യമാണെന്നോ. എപ്പോഴും ഇവൾക്ക് സ്പെഷ്യലായി നോട്ട്സൊക്കെ കൊണ്ടുകൊടുക്കും. ഇവൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വഴക്കും പറയില്ല. എന്നിട്ട് ട്യൂഷൻ നിർത്തണമെന്ന് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിയേനെ. കിച്ചു ജിത്തുവിനോട് പറഞ്ഞുകൊണ്ട് തിണ്ണയിലേക്ക് നടന്നു. ജിത്തു പറയുന്നത് കേട്ട് കിച്ചു ചിരിച്ചെങ്കിലും കീത്തു അസ്വസ്ഥതയോടെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വാ എങ്കിൽ പോവാം. ഇനി ലേറ്റായാലേ അടുത്ത് പിടിച്ചു നിർത്തി കുശലന്വേഷണം ഉണ്ടാവും. അത് ഒഴിവാക്കാമല്ലോ. അത്രയും പറഞ്ഞ് ആരെയും നോക്കാതെ അവൾ പുറത്തേക്കിറങ്ങി. അല്ലെങ്കിൽ നല്ലത് നായ്ക്ക് പിടിക്കില്ലെന്നല്ലേ പറയാറ്. അപ്പോൾ പോയിട്ട് വരാം ബ്രോ. ജിത്തുവിനെ കൈവീഴ്ചി കാണിച്ചുകൊണ്ട് അവൾ പുറകെ കിച്ചുവും പുറത്തേക്കിറങ്ങി. ഇന്ന് പോവാന്നല്ലേ ഏട്ടാ ഡോക്ടർ പറഞ്ഞത്? വേദന ഉണ്ടോ മോൾക്ക്? അതൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ വേദന കൊണ്ട് രാത്രി ഒരു പോലെ കണ്ണടച്ചിട്ടുള്ള കുഞ്ഞ്, അതാണിപ്പോഴും ഈ ക്ഷീണം. ഉറങ്ങിക്കിടക്കുന്ന ഗീതുവിൻ്റെ കൈതലോടിക്കൊണ്ട് നിമ്മി ജയറാമിനോട് പറഞ്ഞു. വേദന കുറയാൻ കുറച്ച് സമയം എടുക്കുമെടോ. മുറിവാഴത്തിലൊന്നുമില്ലെങ്കിലും വേദന മാറാൻ ടൈം എടുക്കും. പിന്നെ ടാബ്ലറ്റ്സൊക്കെ കറക്റ്റായി കഴിച്ചാൽ വേദനയ്ക്ക് കുറവ് കിട്ടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോയാലും 2 ദിവസം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ വരണം. അതോർത്ത് നിമ്മി കണ്ണു തുടച്ചു. സ്വന്തം മകൾ വേദന കൊണ്ട് ഉറങ്ങാതിരിക്കുമ്പോൾ ഏതെങ്കിലും അമ്മമാർക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ ജയറാമേട്ട? എൻ്റെ മുൻപിൽ കാണിച്ചില്ല എങ്കിലും എനിക്കറിയാം നല്ല വേദനയുണ്ടെന്ന്. പിന്നെ ഏട്ടാ പറയ്, എന്താ നിമ്മി? ജയറാം നെറ്റി ചുളിച്ചു. ഇന്നലെ ഫുഡ് വാങ്ങി തന്നിട്ട് ഏട്ടൻ പോയില്ലേ?
ജയനും പുറത്തേക്ക് ഇറങ്ങിയല്ലോ. അപ്പം മോളിൻ്റെ അടുത്ത് ചോദിക്കുകയാ, എന്തിനാ ഇങ്ങനെ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നത്? അപ്പം എന്നോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞത് സത്യമായിരുന്നോ എന്ന്. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യമാണോ വന്നത്, സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ കരഞ്ഞുപോയി ഞാൻ. നിമ്മിയുടെ മുഖത്ത് ചിരി കണ്ടതും ജയറാമിൻ്റെ കണ്ണ് നിറഞ്ഞു. ഹോസ്പിറ്റൽ വന്നതിൽ പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. എന്ത് തോന്നിയിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾക്കിപ്പോൾ എന്നോട് പണ്ടത്തെ ദേഷ്യമൊന്നുമില്ല. അത് മതി, എനിക്കത് മാത്രം മതി. ഗീതുവിൻ്റെ കയ്യിൽ മുത്തിക്കൊണ്ട് തൻ്റെ കണ്ണു തുടച്ചു നിമ്മി. മകളെ ഉറക്കി കിടത്തിയിട്ട് ഭാര്യയും ഭർത്താവും കൂടി പഞ്ചാര അടിക്കുവാണോ? ജയനകത്തേക്ക് കയറി വന്ന് രണ്ടാളെയും നോക്കി ചിരിച്ചു. പോടാ. ഓ, ഏട്ടന് നാണം വന്നല്ലോ, ജയൻ പറഞ്ഞുകൊണ്ട് ജയറാമിനടുത്തേക്ക് വന്നു. ജയ, ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വാ, വേഗം വീട്ടിൽ പോവാൻ നമുക്ക്. അവിടെ ചെന്നാൽ തന്നെ മോള് കുറച്ച് റിലാക്സ്ഡ് ആവും. ഗീതു മാത്രമല്ല, നിമ്മിയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ, അവിടെ അവരിപ്പോൾ പേപ്പേഴ്സൊക്കെ കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഗീതു എഴുന്നേറ്റില്ല അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ വേദന? വേദനയുണ്ട്, രാത്രിയൊക്കെ നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങിയിട്ടുമില്ല കുട്ടി, നിമ്മി പറഞ്ഞോട് ഗീതുവിനെ നോക്കി. ഇപ്പോൾ ഗീതു മോൾ കേട്ടത്തിയോടുള്ള സമീപനത്തിൽ നല്ല മാറ്റവും ഉണ്ടല്ലേ? അല്ലെങ്കിലും വയ്യാതെയൊക്കെ കിടക്കുമ്പോഴാണല്ലോ നമ്മളെല്ലാവരെയും ചേർത്തു നിർത്തുന്നത്. ഇനി ഏട്ടത്തിയുടെ സ്നേഹം അവൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതേ ചെയ്യാൻ നീ പറഞ്ഞത് ശരിയാ. അല്ലെങ്കിലും പെറ്റമ്മയുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ഏത് മക്കൾക്കാ കഴിയുക? നിമ്മി ഗീതു മോളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയുമോ? വീട്ടിൽ ചെല്ലുമ്പോഴും ഇങ്ങനെ തന്നെ തുടർന്നാൽ മതി, ജയറാം പറഞ്ഞോട് നിമ്മിയെ നോക്കി. ആ ദേ ഏട്ടത്തി, അമ്മയും മകളും ഒന്നാവുമ്പോൾ ഈ പാവം അനിയനെയും ഈ ഇരിക്കുന്ന പാവം ഭർത്താവിനെയും ചവിട്ടിപ്പുറത്താക്കാതിരുന്നാൽ മതി, ജയൻ പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഉറങ്ങിക്കിടന്ന ഗീതുവിൻ്റെ ചുണ്ടിലും ചെറുചിരി ഉണ്ടായിരുന്നു. എന്തു പറ്റി കീർത്തു, നിന്റെ കണ്ണൊക്കെ എന്താ ചുവന്നിരിക്കുന്നത്? ഹോംവർക്ക് ചെയ്യുന്നതിന് സാറ് വഴക്ക് പറഞ്ഞല്ലേ? അതോ തല്ല് കിട്ടിയോ? അതാണോ കരഞ്ഞത്? ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രണ്ടാളും. അതിൻ്റെ കണ്ണിൽ എന്തോ പോയതാണ്. സാറൊന്നും പറഞ്ഞില്ലല്ലോ. സ്റ്റാഫ് റൂമിലിരുത്തി എന്നെ കൊണ്ട് ഹോംവർക്ക് മുഴുവൻ ചെയ്യിപ്പിച്ചു, എന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു. കീത്തു കണ്ണൊന്ന് തിരുമ്മി തൻ്റെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് തട്ടി ബാഗെടുത്ത് കൊട്ടയിലേക്ക് വെച്ചു. ഭാഗ്യവതി, നീ ഹോംവർക്ക് ചെയ്തില്ല എന്ന് എന്നോട് പറയാത്തതെന്താ? പറഞ്ഞിട്ടെന്തിനാ? നീ ചെയ്തായിരുന്നോ? ഇല്ല. ഇളിച്ചുകൊണ്ട് പറയുന്ന കിച്ചുവിനെ കണ്ടപ്പോൾ അറിയാതെ കീത്തുവും ചിരിച്ചു. എൻ്റെ നിമ്മി, നീ കരയാതെ. ഡോക്ടർ പറഞ്ഞില്ലേ കുഴപ്പമില്ല, പിന്നെന്തിനെങ്ങനെ കരയുന്നത്? അതേ ഏട്ടത്തി, കരയാതെ. കൈയടിച്ചപ്പോൾ മുറിവൊന്ന് താങ്ങിയപ്പോൾ കുറച്ച് ബ്ലഡ് വന്നു, അത്രയേ ഉള്ളൂ. അതിന് ഏട്ടത്തി ഇങ്ങനെ കരഞ്ഞിട്ടെന്തിനാ? എങ്കിലും എൻ്റെ ശ്രദ്ധക്കുറവല്ലേ. ഞാനൊന്ന് നോക്കിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. നല്ല വേദനയായിരുന്നു എൻ്റെ കുഞ്ഞിന്. അതിൻ്റെ കൂടെയാണ് ബാത്റൂമിൽ ഇപ്പോൾ വീണത്. കൈ അറിയാതെ കുത്തിപ്പോയതാണ് എൻ്റെ മോള്. പാവം, മുറിവുള്ള കൈയാണെന്ന് ചിന്തിച്ചു കാണില്ല. അല്ലെങ്കിൽ അവൾ ഓർത്ത് കാണില്ല അവളെ താങ്ങാൻ അമ്മ വരുമെന്ന്. പക്ഷെ ഞാൻ അടുത്തുണ്ടാകില്ലല്ലോ. പറഞ്ഞതായിരുന്നു ഞാൻ കൂടെ വരാമെന്ന്. അപ്പം അവളാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഫ്രഷായിക്കോളാന്ന്. അതുകൊണ്ടാണ് പുറത്ത് ഞാൻ നിന്നത്. എവിടെയും പോയില്ലായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൾ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ അവളുടെ പെറ്റമ്മയല്ലേ. ഞാനല്ലാതെ വേറെ ആരാ അവളെ നോക്കുക? ശ്വാസം നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല നിമ്മിക്ക്. എന്നിട്ടും പദം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയെ ജയറാം വേദനയോടെ നോക്കി നിന്നു. ഗീതികമ്മ അമ്മയെ കാണണമെന്ന് പറയുന്നുണ്ട്, അമ്മ മാത്രം അകത്തേക്ക് വരണം. അകത്തുനിന്ന് നേഴ്സ് വന്ന് പറഞ്ഞത് കേട്ട് നിമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്ന് തന്നെ സാരിത്തുമ്പ് കൊണ്ട് മുഖം കണ്ണു അമർത്തി തുടച്ചവർ അകത്തേക്ക് നടന്നു. ബെഡിൽ ക്ഷീണത്തോടെ കിടക്കുന്ന തൻ്റെ മകളെ കണ്ടപ്പോഴേക്കും അടക്കി നിർത്തിയ കണ്ണുനീരണ പൊട്ടി ഒഴുകിയിരുന്നു. അമ്മ പറഞ്ഞതല്ലേ മോളി ഒറ്റയ്ക്ക് വേണ്ടെന്ന്. അമ്മയുടെ പൊന്നുമോള് സമ്മതിക്കാഞ്ഞിട്ടല്ലേ? ഇപ്പം കണ്ടില്ലേ എന്തോരം ചോരയാണ് വന്നത്. എന്തുമാത്രം വേദനിച്ചു കാണും അമ്മയുടെ മോൾക്ക്. നിന്റെ ശരീരത്തിലാണ് മുറിവെങ്കിലും ചോര പൊടിയുന്നത് അമ്മയുടെ നെഞ്ചിലാണെന്ന് തോന്നിപ്പോകുക മോളെ. മുൻപിൽ നിന്ന് കരയുന്ന നിമ്മിയെ കണ്ടപ്പോൾ അറിയാതെ ഗീതുവിൻ്റെ കണ്ണു നിറഞ്ഞു. കണ്ടു അമ്മ കരഞ്ഞപ്പോൾ ഗീതുവിന് സങ്കടമായി. നിങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നിമ്മിമയുടെ തകത്തേക്ക് കയറ്റിയത്. എന്നിട്ടിപ്പോൾ രണ്ടാളും കരയുകയാണല്ലോ. ഡോക്ടർ ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കാണിച്ചുകൊണ്ടാണ് നിമ്മിയോട് പറഞ്ഞത്. ഡോക്ടർ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ മോൾക്ക്? ഏയ് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഗീതുവിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കയ്യിൽ അധികം ബലം കൊടുക്കേണ്ട. പിന്നെ ക്ലീൻ ചെയ്യാൻ ഇടയ്ക്ക് വരണം. കറക്റ്റായി മരുന്ന് കഴിക്കുകയും ചെയ്താൽ വേദനയും വേഗം മാറും. അപ്പം ഇനി ടെൻഷനൊന്നുമില്ലാതെ രണ്ടാളും സംസാരിക്കുക.
ഡോക്ടർ പുറത്തേക്ക് പോയപ്പോൾ നിമ്മി ഗീതുവിനടുത്തേക്ക് ഇരുന്നു. നല്ല വേദനയുണ്ടോ മോളെ? ഗീതുവിൻ്റെ കണ്ണുനീർ പതിയെ തുടച്ചു മാറ്റിക്കൊണ്ട് നിമ്മി ചോദിച്ചു. ഇല്ല. പിന്നെന്തിനാ ഗീതുമോൾ കരയുന്നേ? അത് എന്താടാ, അമ്മയുടെ മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയ്, ഡോക്ടറെ വിളിക്കട്ടെ? ഇരുന്ന ചെയറിൽ നിന്ന് വെപ്രാളത്തോടെ നിമ്മി എഴുന്നേറ്റു. വേണ്ട, എനിക്ക് നിങ്ങൾ കരഞ്ഞപ്പോൾ സങ്കടം വന്നു. നിമ്മിയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഗീതു പറഞ്ഞത്. ഗീതു പറഞ്ഞത് സ്വപ്നമാണെന്നറിയാതെ നിൽക്കുകയായിരുന്നു നിമ്മി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഗീതു തൻ്റെ കയ്യിൽ സ്നേഹത്തോടെ ഒന്ന് തൊടുന്നതെന്ന് നിമ്മി ഓർത്തു. ആ ഓർമ്മയിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കാമോ? എന്നെ ഒറ്റയ്ക്കാക്കല്ലേ? ഗീതു പറഞ്ഞു തീരും മുൻപേ നിമ്മി കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുത്തിയിരുന്നു. തൻ്റെ മകൾ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് കരുതുകയായിരുന്നു ആ അമ്മ. പക്ഷേ ഗീതുവിൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിരിഞ്ഞത് നിമ്മി അറിഞ്ഞില്ലെന്ന് മാത്രം. എന്താണ് ഏട്ടൻ്റെ കാന്താരിയുടെ മുഖം വാടിയിരിക്കുന്നേ? ഈ ചള്ളു ചെക്കൻ എന്തേലും പറഞ്ഞോ? എന്ത് പറഞ്ഞടാ നീ കൊച്ചിനെ? കിച്ചുവും കീത്തുവും വീട്ടിലേക്ക് കയറിയപ്പോൾ തിണ്ണയിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. കീത്തുവിൻ്റെ മുഖത്തെ വിഷമം കണ്ട് സിദ്ധു കീർത്തുവിനെ ചേർത്ത് പിടിച്ചാണ് ചോദിച്ചത്. ദേ സിദ്ധുവേട്ട, നിങ്ങളെൻ്റെ ഏട്ടനാണ്, അല്ലാതെ ഈ കുരങ്ങിൻ്റെ അല്ല കേട്ടോ. കിച്ചു പറഞ്ഞുകൊണ്ട് കീത്തുവിനെ സിദ്ധുവിൻ്റെ അടുത്ത് മാറ്റി നിർത്തി അവൻ അവിടെ കയറിയിരുന്നു. എടാ കുശുംബ, നിങ്ങൾ രണ്ടാളും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ രണ്ടാളുടെയും ഏട്ടനാണ്. പറ കിച്ചൂട്ടാ, എന്തു പറ്റി കീത്തുമോൾക്ക്? ഇവളുടെ മുഖം എന്താ കരഞ്ഞതുപോലെ ഇരിക്കുന്നത്? എനിക്കറിഞ്ഞൂടെ ഏട്ടാ, ഞാനും ചോദിച്ചതാ ഇവളോട്. അപ്പം പറഞ്ഞത് കണ്ണിലെന്തോ പോയെന്നാ. പിന്നെ ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇവളെ ഓഫീസിൽ കൊണ്ടിരുത്തിയാണ് സാറ് എഴുതിച്ചത്. പക്ഷെ സാറ് വഴക്കൊന്നും പറഞ്ഞില്ലെന്നാണ് ഇവൾ പറഞ്ഞത്. പിന്നെ വേറെന്തേലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ദേ നിൽക്കുമല്ലേ, ഏട്ടൻ തന്നെ ചോദിക്ക്. എന്തു പറ്റി മോളെ? പറ ഏട്ടനോട്. ഏയ് എന്ത് പറയാൻ, അതെന്താണെന്നോ? രാവിലെ ഇവിടുന്ന് പോയപ്പോൾ എന്നോട് പറയുക ഈ പെണ്ണ് അവൾക്ക് ട്യൂഷന് പോകേണ്ടെന്ന്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചതാ. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനും നോക്കി പേടിപ്പിച്ചു. അപ്പം ചിരിച്ചുകൊണ്ട് വന്ന പെണ്ണ് പെട്ടെന്ന് ഗ്ലൂമിയായി. ജിത്തു പറഞ്ഞുകൊണ്ട് റോഡിൽ നിന്ന് ഗേറ്റിനകത്തേക്ക് കയറി. അല്ല ജിത്തുവേട്ടൻ ഇവിടെയല്ലേ നീ? ആ അത് തന്നെ. അകത്ത് രാധമ്മയും ലക്ഷ്മി അമ്മയും കൂടി നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കുന്നത്. എൻ്റെ മോന് പോയി അത് കഴിക്ക്. കിച്ചു പറയാൻ വന്ന് തടഞ്ഞുകൊണ്ട് ജിത്തു അവനെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. സംശയത്തോടെ നോക്കുന്ന സിദ്ധുവിനെയും കാശിയെയും കണ്ണടച്ച് കാണിച്ച് ജിത്തു കസേരയിലിരിക്കുന്ന അച്ഛന്മാരെ നോക്കി. അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് കീത്തുവുമായി അകത്തേക്ക് പോയി. വാട, എങ്കിൽ നമുക്ക് ഓരോ പഴംപൊരി കഴിക്കാം. മനു എഴുന്നേറ്റ് കാശിയെയും സിദ്ധുവിനെയും വിളിച്ചു. ആ എല്ലാം കൂടി പോകുന്നത് കൊള്ളാം, ഞങ്ങൾ കൂടി ബാക്കി വെച്ചേക്കണേ. വാസുദേവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. ഓ ഉത്തരവ്. മനു അച്ഛന്മാരെ നോക്കി കൈകൂപ്പി. ബാൽക്കണിയിലേക്കാണ് ജിത്തു കീത്തുവുമായി പോയത്. അവളെ അവിടെ ഒരു ചെയറിലിരുത്തി അവനും അടുത്തിരുന്നു. ജിത്തുവേട്ടൻ്റെ ജോലി എന്താണെന്ന് മോൾക്കറിയാമോ? മുഖം ഉയർത്തി സംശയത്തോടെ കീത്തു ജിത്തുവിനെ നോക്കി. പോലീസ്. അതെ പോലീസ്. അപ്പം ആ ഈ പോലീസ് ഓഫീസർ കീത്തു മോളോട് ആരാണെന്ന് പറഞ്ഞേ? എൻ്റെ ഏട്ടൻ. ആണല്ലോ. ഞാനും സിദ്ധുവും പോലീസ് ഓഫീസേഴ്സ്. അതും സിദ്ധു IPS ഓഫീസർ കൂടിയാണ്. കണ്ണനും മനുവും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ബിസിനസ്സുകാർ. 3 സിസ്റ്റേഴ്സ് ഉള്ളത് 3 പേരും MBA-കാർ. അതറിയാലോ, അച്ചുവും MBA-കാരിയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും കൂടി ആകെ ഒരു അനുജത്തിയും ഒരു അനുജനും. ആ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നത് പുറത്തറിഞ്ഞാലുണ്ടല്ലോ എന്തൊരു നാണക്കേടായിരിക്കും. അയ്യേ മോശം. കീത്തു മുഖമെടുത്ത് ജിത്തുവിനെ നോക്കി ശേഷം കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ജിത്തു അവളെ തടയാതെ പതിയെ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ഏട്ടാ പറ, ഏട്ടൻ്റെ കുട്ടി ഇപ്പോൾ എന്തിനാ കരഞ്ഞത്? ഇനി കരയരുത്. എന്ത് പ്രശ്നം വന്നാലും തല ഉയർത്തി പിടിച്ചു തന്നെ നിൽക്കണം. ഇനി അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. നീ പ്രതികരിച്ചിട്ട് എന്ത് പ്രശ്നം വന്നാലും ബാക്കിയൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കണേ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കണമെന്ന് മാത്രം. കീത്തു മുഖം ഉയർത്തി ജിത്തുവിനെ നോക്കി. അവളുടെ മുഖത്ത് ആത്മവിശ്വാസത്തിൻ്റെ വെളിച്ചമുണ്ടായിരുന്നതായി തോന്നി ജിത്തുവിനെ. എന്ത് സിദ്ധുവേട്ട വിളിച്ചത്? മുകളിലെ സിദ്ധുവിൻ്റെ മുറിയിലേക്ക് ആദിയെയും കാർത്തുവിനെയും അച്ചുവിനെയും വിളിച്ചതാണ് സിദ്ധു. വാ മൂന്നാളും അകത്തേക്ക് കയറിയിട്ട് ആ വാതിലങ്ങ് ലോക്ക് ചെയ്തേക്ക്. കാശിയുടെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഗൗരവം കണ്ടതും ആദി നെറ്റിച്ചുളിച്ചു. എന്താ കീത്തുമോൾക്കെന്താ? സിദ്ധുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കണ്ണടച്ചിരിക്കുന്ന കീത്തുവിൻ്റെ അടുത്തേക്ക് അച്ചു ചെന്നിരുന്നു. അച്ചുമോളെ വേണ്ട, കീത്തു അവിടെ ഇരുന്നോട്ടെ, ഞാൻ പറയാം. കാശി പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ തന്നെ നോക്കി. വേണ്ട കണ്ണേട്ട, ഞാൻ തന്നെ പറയാം. സിദ്ധുവിൻ്റെ കൈക്കുള്ളിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും അഭിമുഖമായി നിന്നു കീത്തു. അത് കാണി ജിത്തുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. വേദന എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ? ബെഡിൽ കിടക്കുകയായിരുന്ന ഗീതുവിനടുത്തിരുന്ന് പതിയെ കൈ തടവി കൊടുത്തുകൊണ്ട് നിമ്മി ചോദിച്ചത്.
ഇപ്പം കുഴപ്പമില്ല, നമ്മളെപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? ദാ ഈ കുപ്പി ഗ്ലൂക്കോസ് കണ്ടോ, അതുകൂടെ കഴിഞ്ഞാൽ പോവാട്ടോ. ട്രിപ്പ് ഇട്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിമ്മി പറഞ്ഞത്. എന്നോട് ദേഷ്യമുണ്ടോ? ഗീതുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ നിമ്മി സംശയത്തോടെ നെറ്റിചൊളിച്ചു. അതെന്തിനാ? ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന്? മോള് കുഞ്ഞായിരുന്നപ്പോൾ ഞാനല്ലേ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അന്നൊക്കെ നിനക്ക് നല്ല വാശിയായിരുന്നു. ഇപ്പോഴും കുറവൊന്നുമില്ല. എങ്കിലും അന്ന് ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. പക്ഷേ എന്തെങ്കിലും വയ്യാതെ വന്നാൽ പിന്നെ എൻ്റെ അടുത്തൊന്നും മാറുകയില്ല. എന്നെ കഴിക്കാനോ ജോലി ചെയ്യാനോ ഒന്നിനും വിടില്ല ആ സമയം നീ. അപ്പോഴൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അതുപോലെ ഇന്നും എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കേട്ടോ. നീ എത്ര വളർന്നാലും ഡാഡിക്കും അമ്മയ്ക്കും എന്നും കുഞ്ഞുവാവ തന്നെയാ. മറുപടിയൊന്നും പറയാതെ ഗീതു പതിയെ കണ്ണടച്ചു കിടന്നു. തൻ്റെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ താൻ എന്തിനാണ് കരഞ്ഞതെന്ന് ചിന്തിച്ചുഴലുകയായിരുന്നു അവളുടെ മനസ്സപ്പോൾ. എന്താ കീത്തുമോളെ, പറ വേഗം, നീ ഞങ്ങളെ പേടിപ്പിക്കാതെ. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ നിന്റെ മുഖം എന്താ കരഞ്ഞതുപോലെ ഉണ്ടായിരുന്നത്? എൻ്റെ പൊന്നച്ചു, നീ ഒന്ന് സമാധാനപ്പെട്, അവളൊന്ന് പറയട്ടെ. അച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും ജിത്തു അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എങ്കിൽ പറ മോളെ, ആദ്യ പറഞ്ഞുകൊണ്ട് കാർത്തുവിനടുത്തിരുന്നു. ഇനി നിനക്ക് വല്ല പ്രേമവും ഉണ്ടോടി? ഇനി ബ്രേക്കപ്പായി കഥ വല്ലതുമാണോ? കാർത്തു ചോദിക്കുന്നത് കേട്ട് കീത്തു പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരി കണ്ടതു ബാക്കിയുള്ളവരും ചിരിച്ചു. അയ്യേ, അതൊന്നുമല്ല കാർത്തു ചേച്ചി. പിന്നെന്താ മോളെ, നീ പറ. അച്ചു ഏട്ടത്തി പേടിക്കേണ്ട, ഏട്ടത്തിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. എന്നെ ആരെങ്കിലും ചതിച്ചോ ഉപദ്രവിച്ചോ എന്നൊക്കെയല്ലേ ഏട്ടത്തി ചിന്തിക്കുന്നേ. അത്രയും പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. എന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാറിന് എന്നോടൊരു പ്രേമം. കീത്തു പറയുന്നത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ആളെങ്ങനെ, ലുക്കാണോ? അല്ലേലോ ഈ ഗസ്റ്റ് ലെക്ചർ പോലെയുള്ള സാറുമാരും ടീച്ചേഴ്സുമാരൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതിനാണോ നീ കരഞ്ഞത്? എന്താടി, കാണാൻ കൊള്ളില്ലേ? അല്ലേലും ഇത്തിരി പോന്ന് നിന്നോടൊക്കെ പറഞ്ഞ ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ പഠിച്ച സമയത്ത് കുറേ പ്രായമായ സാറുമാരായിരുന്നു അല്ലേടി ആദി? എൻ്റെ കാർത്തു, ഒന്ന് മിണ്ടാതിരിക്കാൻ എന്ത് തരണം? ആദി ദേഷ്യത്തോടെ കാർത്തുവിനെ നോക്കി. 2 പൊറോട്ടയും 1 ചിക്കൻ ഫ്രൈയും. പറഞ്ഞു തീരും മുൻപേ കാർത്തുവിൻ്റെ കൈ തണ്ടയിൽ അച്ചു നല്ലൊരു പിച്ചു കൊടുത്തിരുന്നു. കാർത്തു മിണ്ടാതിരിക്ക്, അവൾ പറയട്ടെ. കാർത്തു കൈ തിരുമ്മിക്കൊണ്ട് അച്ചുവിനെ നോക്കി കൊഞ്ഞനം കുത്തി. ഇടി തെണ്ടി, ഏട്ടത്തി നിനക്ക് തരാടി. അച്ചുവിൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് കാർത്തു കീർത്തുവിനെ നോക്കി. അപ്പോൾ പറഞ്ഞത് പ്രേമം. ആ സാറിന് എന്നെ വലിയ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. കുറച്ച് നാളായി ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നു. ആദ്യം ഞാൻ ഓർത്തത് സാറിനെ കളിയാക്കുന്നതായിരിക്കുമെന്നാണ്. പക്ഷേ അതല്ല, സാറിന് എന്നോട് ആത്മാർത്ഥമായി പ്രണയമാണെന്നാണ് പറയുന്നേ. ഹോംവർക്കൊക്കെ ചെയ്യാതെ ചെന്നാൽ ബാക്കി എല്ലാവർക്കും അടി കൊടുത്തിട്ട് എന്നെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് പോയി ഹോംവർക്ക് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഞാൻ എഴുതി തീരും വരെ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിരിക്കും. പക്ഷേ എന്തൊരു സ്വീറ്റാണ്. ഇത്രയും റൊമാൻറ്റിക്കായ ആളിനെ ഓർത്താണോ നീ പേടിച്ച് കരയുന്നത്? എൻ്റെ പൊന്നു കാത്തു, നീ എന്തൊരു ചേച്ചിയാടി. അവളെ ചെറിയ കുട്ടിയാ, അതോർത്തിട്ട് പറയുന്നു. ഇനി വാ പൊളിച്ച നിന്നെ ഞാൻ കൊല്ലും. മനു പറഞ്ഞോട് കാത്തുവിൻ്റെ വാവത്തി. കാത്തു ചേച്ചി പറയും പോലെയല്ല. പ്രശ്നം പ്രണയമോ അതെൻ്റെ അധ്യാപകനായതോ അല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായമാണ്. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് 60 വയസ്സിനോടടുത്ത് പ്രായമുണ്ടാവും. കീത്തു പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി അവളെ നോക്കി. അവളും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്താ മോളെ നീ പറയുന്നത്? ഇത് ഞാൻ അത്ര കാര്യമാക്കിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അയാളുടെ പെരുമാറ്റം എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇപ്പം അയാൾ പറയുന്നത് അയാളെ തിരിച്ചു പ്രണയിച്ചില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുമെന്നാ. അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി പോവുകയായിരുന്നു ഞാൻ. ആരോടെങ്കിലും പറഞ്ഞാലും ആത്മഹത്യ ചെയ്യുമത്രേ. ചിലപ്പോൾ സ്വാതന്ത്ര്യത്തോടെ കയ്യിലൊക്കെ വന്ന് പിടിക്കും. ചിലപ്പോൾ കൂട്ടുകാരൊക്കെ സാറിന് എന്നോട് പ്രത്യേക ഇഷ്ടമെന്നോ പറഞ്ഞ് കളിയാക്കും. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. മറ്റേത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും ജിത്തുവേട്ടൻ പറഞ്ഞതുപോലെ തിരിച്ചു പ്രതികരിക്കുകയും ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ, അതും ഏജ്ഡായ ആളോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നിസ്സഹായതയോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ ജിത്തു സ്നേഹത്തോടെ നോക്കി. അപ്പോൾ മോള് പറഞ്ഞു വരുന്നത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല എന്നല്ലേ? അപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസ് ഞങ്ങളുടേതാ. ജിത്തു പറഞ്ഞുകൊണ്ട് കീത്തുവിനടുത്തേക്ക് വന്നു നിന്നു. അതെ, അങ്ങനെ തന്നെയാണ്. ഇത്തിരി പോന്ന കുഞ്ഞിനെ തന്നെ വേണം പ്രേമിക്കാൻ അയാൾക്കല്ലേ? നല്ല തല്ല് കൊടുക്കണം ജിത്തുവേട്ട, അപ്പോഴേ ഈ പ്രേമമൊക്കെ മാറുകയുള്ളൂ.
അച്ചുമോളെ, നീ ചൂടാവാതെ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? അയാൾക്കിട്ട് 2 പൊട്ടിക്കണം. പക്ഷേ പുറത്താരും ഗീതുവിൻ്റെ പേര് അറിയാനും പാടില്ല, അതല്ലേ? അതിന് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. പക്ഷേ അയാൾക്ക് കിട്ടേണ്ടത് അതല്ല. കാരണം അയാൾ ചെയ്തതൊരു ചെറിയ ക്രൈമല്ല. കാരണം ഗീതുവിനിപ്പോൾ പ്രായം 17 എന്നത് തന്നെയാണ്. ഇങ്ങനെ പെരുമാറിയാലുള്ള കേസിനെ കുറിച്ച് ജിത്തു അവരോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊരു കാര്യം ഇവിടെ ഉണ്ടാവുമ്പോൾ അത് മറ്റാരും അറിയാതെ മറച്ചു വെച്ച് അയാൾക്കിട്ട് 2 കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യണോ? അത് പരാതി കൊടുത്ത് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണോ? എന്തു വേണം? ജിത്തു ചോദിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. നമുക്ക് കേസ് കൊടുക്കാൻ ജിത്തുവേട്ട, ഇനി ഒന്നും ആലോചിക്കേണ്ട. കാർത്തു പറയുന്നത് കേട്ട് ആദിയും അച്ചുവും അവളെ സങ്കടത്തോടെ നോക്കി. എന്തേ അച്ചുവിനും ആദിക്കൊരു സങ്കടം പോലെ? സിദ്ധു രണ്ടാളെയും നോക്കി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഗീത്തുവിൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു. അല്ല സിദ്ധുവേട്ട, ഗീത്തുമുള്ള പരാതി കൊടുത്ത പെൺകുട്ടിയല്ലേ അവൾ? മീഡിയൊക്കെ അറിഞ്ഞ നാളെ ഒരു ദിവസം അവൾക്കൊരു ബുദ്ധിമുട്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവി. അച്ചു പറയുന്നത് കേട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു. എൻ്റെ അച്ചു, നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ നമ്മുടെ ഗീത്തുകുട്ടിയെ പോയി ആരെയോ പേടിപ്പിച്ചു എന്ന്. ഇവിടെ അവൾ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൾ പേടിക്കുകയുമില്ല. തെറ്റ് ചെയ്തയാളാണ് പേടിക്കേണ്ടത്, അല്ലാതെ അതിനെ എതിർക്കുന്നവരല്ല. അല്ലേ ഗീത്തുട്ടി? പിന്നെ നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. ഇവൾ എൻ്റെ കൂടെ അനിയത്തിയാണല്ലോ. അച്ഛന്മാരോടും അമ്മമാരോടൊക്കെ ഇതേക്കുറിച്ച് സംസാരിക്കണം. അവർക്കെതിരെ അഭിപ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വെച്ച് താമസിപ്പിക്കേണ്ട, വാടാ, ഇപ്പോൾ തന്നെ പറയാം. സിദ്ധു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ആദ്യം മുതലേ ഒന്നും മിണ്ടാതിരിക്കുന്ന കാശിയെ നോക്കിയാണ് ജിത്തു ചോദിച്ചത്. ഇത്രയും ആങ്ങളമാരൊക്കെ ഉണ്ടായിട്ടും ഗീതു ഇത്രയും ദിവസം ഇതോർത്ത് വിഷമിക്കുകയായിരുന്നു. ഇതിലും വലിയ എന്ത് തോൽവിയാണ് നമുക്ക്? സോറി മോളെ. കാശി ഗീതുവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലയോ? കാശിയുടെ വയറ്റിലൊരു ഇടിയിടിച്ച് സിദ്ധുവിൻ്റെ പുറകിൽ മറഞ്ഞു നിൽക്കുന്നവരെ കണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു.